2024 ബി.ജെ.പിയോ? ഇന്ത്യയുടെ സ്വാഭാവിക തെരഞ്ഞെടുപ്പ് തങ്ങളാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1984 പാർലമെന്റിന്റെ ഒരു കോണിൽ 2 സീറ്റുകളിൽ ഒതുങ്ങി നിന്ന ഭാരതീയ ജനതാ പാർട്ടിയിൽ നിന്ന് 303 സീറ്റുകളുമായി പ്രതിപക്ഷത്തെ ആകെ വിഴുങ്ങി തീർത്ത കാലത്തെക്കുറിച്ച് കണക്കു നിരത്തുന്നു നരേന്ദ്രമോദി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയെന്ന കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ മുതൽ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കണക്കുൾപ്പെടെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള വടക്കുകിഴക്കിൽ കൊടിയുയർത്തിയതുൾപ്പെടെ ഹിന്ദി ഹൃദയഭൂമിയിലെ ബ്രാഹ്മിൺ ബനിയ പാർട്ടി എന്ന പേരൊരു പഴങ്കഥയെന്ന് സമർത്ഥിക്കുന്നു പ്രധാനമന്ത്രി. അവിയൽ മുന്നണി എന്ന് പരിഹസിക്കുന്നു പ്രതിപക്ഷത്തെ. 2024 മോദിയുടേതോ? പ്രതിപക്ഷത്തിന് പ്രതിരോധിക്കാനാകുമോ? സഖ്യ സർക്കാരുകൾ പരാജയമോ? ഒന്നിച്ചു നിൽക്കുന്നുണ്ടോ പ്രതിപക്ഷം? പ്രധാനമന്ത്രിയുടേത് പരിഹാസമോ? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ഇന്ന് വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ: ബി.ജെ.പിയിൽ നിന്ന് ശ്രീ സന്ദീപ് വാര്യർ, കോൺഗ്രസിൽ നിന്ന് ശ്രീ രാജു പി നായർ, CPM-ൽ നിന്ന് ശ്രീ S.K. സജീഷ്. വിശദമായ ചർച്ചയിലേക്ക് ഇടവേളയ്ക്ക് ശേഷം സ്വാഗതം. വിശദമായ ചർച്ചയിലേക്ക് ശ്രീ രാജു പി നായർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആത്മവിശ്വാസത്തെ പ്രതിപക്ഷ ചേരി എങ്ങനെയാണ് കാണുന്നത്? അല്ല, സ്വാഭാവികമായിട്ടും എല്ലാ നേതാക്കന്മാരും ആത്മവിശ്വാസത്തോട് തെരഞ്ഞെടുപ്പിന് മുമ്പ് സംസാരിക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷെ അവരുടെ പ്രവർത്തികളിൽ നിന്നും ആ പറയുന്ന വാരികൾക്കെതിരെയുള്ള വായിച്ചെടുക്കുന്നതിൽ നിന്നും ആത്മവിശ്വാസക്കുറവ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവും. എന്തായാലും നരേന്ദ്രമോദി പ്രതിപക്ഷ പാർട്ടികളെ അപമാനിക്കുന്നതും ആക്ഷേപിക്കുന്നതൊക്കെ നമ്മൾ വളരെ നിരന്തരമായിട്ട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ അവിയൽ മുന്നണി എന്നൊക്കെ പറഞ്ഞ പ്രസ്താവന NDA അകത്ത് നിൽക്കുന്ന കക്ഷികളെ പോലും അപമാനിക്കുന്നതാണ്. 38 പാർട്ടികൾ കൂടിയതാണ് NDA എന്ന് പറയുന്ന മുന്നണി. ഇന്ത്യ സഖ്യത്തിൽ 26 പാർട്ടികളാണുള്ളത്, മറ്റേത് 38ആണ്. കഴിഞ്ഞ ജൂലൈ 23 ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് ശേഷം NDA മുന്നണി വിളിച്ചു കൂട്ടിയപ്പോൾ അതിൽ അമിത്ഷാ ചെയർമാനായിട്ട് വിളിച്ചതാണ് ആ കമ്മിറ്റി. അതിൽ 38 രാഷ്ട്രീയ പാർട്ടികളുണ്ടായിരുന്നു. അപ്പോൾ 26 പാർട്ടിയിൽ നിൽക്കുന്ന ഒരു മുന്നണിയെ അവിയൽ മുന്നണി എന്ന് വിളിക്കും. ഞാൻ ഈ BJP കഴിഞ്ഞിട്ട് ബാക്കിയുള്ള അതിനകത്തുള്ള മുന്നണികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കുമെന്ന് ആലോചിക്കാം. അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ BDS ഉൾപ്പെടെയുള്ള ഇവരുടെ സഖ്യകക്ഷികൾ എന്ന് പറയുന്നവർ അതിൽ നിന്ന് ഇറങ്ങിപ്പോരുകയാണ് വേണ്ടത്. BJPക്ക് അപ്രമാദിത്വമുണ്ട് എന്നൊക്കെ ഉള്ളത് തെരഞ്ഞെടുപ്പിൽ നമ്പറുകളുടെ ഇതിൽ വെച്ച് അപ്രമാദിത്വം ഉണ്ടെന്നൊക്കെ നമുക്ക് വാദിക്കാം. 60 കോടി വോട്ടർമാർ 2019 വോട്ട് ചെയ്തതിൽ 37.7% മാത്രം വോട്ട് നേടി പ്രധാനമന്ത്രിയായതാണ് നരേന്ദ്രമോദി. അത് 45% NDA-യിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന 38 പാർട്ടികൾ കൂടി ചേർന്നുണ്ടാക്കിയതാണ് ബാക്കിയുള്ള 8%. ഒരു പക്ഷേ ആ 8% ആയിരിക്കാം അദ്ദേഹത്തെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിച്ചതും 303 എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് എത്തിച്ചതും. അപ്പോൾ അത് 340 കണ്ടാണെന്ന് തോന്നുന്നു ആ സംഖ്യയിലേക്ക് എത്തിച്ചതും. അപ്പോൾ അതിനെപ്പോലും അപഹസിക്കുന്ന രീതിയിൽ ജനാധിപത്യ മര്യാദകളെ മുഴുവൻ ലംഘിച്ച് തങ്ങളുടെ പാർട്ടി മാത്രമാണ് അല്ലെങ്കിൽ തങ്ങൾക്ക് മാത്രമാണ് അപ്രമാദിത്വം എന്ന് ഈ ചെറിയ കണക്കുകളുടെ മനസ്സിലായില്ലേ, 140 കോടി ജനങ്ങൾ ഉള്ള രാജ്യത്ത് 60 കോടി മാത്രം വോട്ട് ചെയ്തതിൽ 37% മാത്രം BJPക്ക് കിട്ടിയ വോട്ടിന്റെ ബലത്തിൽ പറയാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദി. ഇതാണ് BJPയുടെ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഞങ്ങൾ ആശയപരമായിട്ട് പറയുന്നത് തന്നെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് ആണെന്നുള്ളതാണ്. അതിനെ പുറന്തള്ളലിന്റെ രാഷ്ട്രീയമാണ്. ആ പുറന്തള്ളലിന്റെ രാഷ്ട്രീയം സ്വന്തം പാളയത്തിനകത്ത് പോലും എടുക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഈ വലിയ അഹങ്കാരത്തിന്റെ പ്രസ്താവന തെളിയിക്കുന്നത്. പിന്നെ ഈ ഇത്തരത്തിലുള്ള കൂട്ടുകക്ഷി മുന്നണികൾ, ആ കൂട്ടുകക്ഷി മുന്നണികൾ ഇന്ത്യയിൽ സക്സസ്ഫുൾ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരം 2004 മുതൽ 2014 വരെയുള്ള ഗവൺമെൻറ്റാണ്. 2004 മുതൽ 2019 വരെയുള്ള ഗവൺമെൻറ് ന്യൂനപക്ഷ ഗവൺമെൻറ് ആയിട്ട് ഇരിക്കുമ്പോൾ പോലും ഈ രാജ്യത്ത് ഏറ്റവും വലിയ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു ഗവൺമെൻറ്റാണ്. 2004 മുതൽ 2014 വരെയുള്ള ഗവൺമെൻറ് കൈവരിച്ച നേട്ടം നരേന്ദ്രമോദിക്ക് കണക്കുകൾ പോലും ചെയ്യാൻ ില്ല എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത്. മൻരേഗ പോലെയുള്ള പദ്ധതികൾ നടപ്പിലാക്കി 8.55% വളർച്ച, 8.2% വരെ വളർച്ചയിലേക്കൊക്കെ ഈ വളർച്ച മുന്നോട്ട് പോയപ്പോഴും ഈ പറയുന്ന 303 സീറ്റ് മേടിച്ച് പൂർണ്ണമായ അധികാരത്തോടു കൂടി വന്ന നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ 9 വർഷമായിട്ട് അതിന് 7 അയലത്തെത്താൻ സാധിച്ചിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം, ഇന്ന് പറയുന്ന 7% വളർച്ച പോലും വേൾഡ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട് കണക്കുകളെ വക്രീകരിച്ച് ഉണ്ടാക്കിയതാണെന്ന് വേൾഡ് ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. ആ GDP കണക്കാക്കുന്ന രീതിയെ
മാറ്റിമറിച്ച് അത് വക്രീകരിച്ച് ഉണ്ടാക്കിയ കണക്കാണ്. പ്രധാനമന്ത്രി ഇതേ ഇന്റർവ്യൂവിന്റെ ഭാഗമായി തന്നെ പറയുന്നുണ്ട് 2014 മുതൽ 2024 വരെ ഇൻഫ്ലേഷൻ റേറ്റ് 5.1% മാത്രമായിരുന്നു. അതിനു മുൻപുള്ള 10 വർഷം എന്ന് പറയുന്നത് 8.2% മാത്രമാണ്. അതുകൊണ്ട് ഒപ്പോസിഷൻ ആ ചാർജസിനെ മുഴുവനും അങ്ങനെ തന്നെ ഖണ്ഡിക്കുന്നുണ്ട് പ്രധാനമന്ത്രി. എന്തായാലും ഈ പറയുന്ന വികസനത്തിന്റെ കണക്കിനപ്പുറത്ത് വലിയ ആത്മവിശ്വാസം 303 ഞങ്ങൾ എത്തിയതിന്റെ കഥ പറയുന്നുണ്ട് പ്രധാനമന്ത്രി. അവിടെ നിന്നാണ് ആ ചോദ്യം ഞാൻ അങ്ങോട്ട് ചോദിച്ചത്. ഞാൻ അങ്ങേക്ക് തിരികെ വരികയും ചെയ്യാം. ശ്രീ സന്ദീപ് വാര്യർ, ആത്മവിശ്വാസം രാഷ്ട്രീയ പാർട്ടിക്ക് തുടർ വിജയങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉണ്ടാകുന്നതാണ്. ഒരു തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ അതിനെ നയിക്കുന്ന ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിയുടെ നേതാവ് ആത്മവിശ്വാസത്തിന്റെ ശരീരഭാഷയും വാക്കുകളും തന്നെ ഉപയോഗിക്കേണ്ടതുണ്ട്. പക്ഷേ ഒരു മിലി ഗുലി സർക്കാർ എന്ന് വിളിക്കേണ്ട പ്രതിപക്ഷം അങ്ങനെ ഞങ്ങളോട് മുട്ടാൻ പോകുന്നതല്ല എന്ന് പരിഹസിക്കേണ്ട എന്താവശ്യമാണുള്ളത്? അല്ല, ഈ മിലി ജുലി സർക്കാർ അല്ലെങ്കിൽ ഈ തൽപര കക്ഷികളുടെ പ്രത്യേക സാഹചര്യത്തിൽ ഒത്തുചേരുന്ന പ്രത്യേകിച്ച് ഐഡിയോളജിക്കലി ബന്ധങ്ങളൊന്നുമില്ലാത്ത എന്നാൽ അധികാരത്തിന് വേണ്ടി മാത്രം ഒത്തുകൂടുന്ന കുറച്ച് ആളുകളുടെ മുന്നണി സർക്കാരുകൾ രാജ്യത്തിന്റെ വികസനത്തിനും അതുപോലെ തന്നെ ഭരണത്തിന്റെ സുഗമമായിട്ടുള്ള മുന്നോട്ട് പോക്കിനെയും ബാധിക്കുന്നു എന്നുള്ളത് കേവലം നരേന്ദ്രമോദിജി മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ലല്ലോ. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമല്ല. അത് നമ്മുടെ രാഷ്ട്രീയത്തിൽ മുൻപ് പലരും അതേ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. സഖ്യകക്ഷി രാഷ്ട്രീയം എപ്രകാരമാണ് നമ്മുടെ രാജ്യത്തിന്റെ വികസന കുതിപ്പിന് തടസ്സം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നത് നേരത്തെയും പല സമയത്തും പല സാഹചര്യങ്ങളിലും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഉദാഹരണത്തിന് ഇപ്പോ നമ്മുടെ ശ്രീ രാജു പി നായർ, വിത്ത് ഡ്യൂ റെസ്പെക്ട്, അദ്ദേഹത്തിനുള്ള ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ അദ്ദേഹത്തിനുള്ള ഉത്തരങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞ 2004 മുതൽ 2014 വരെയുള്ള UPA സർക്കാരാണ് ഏറ്റവും മികച്ച സഖ്യകക്ഷി ഭരണത്തിന്റെ ഉദാഹരണം എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം സഖ്യകക്ഷി ഭരണത്തെ ന്യായീകരിക്കാനും ഇന്ന് നരേന്ദ്രമോദിജി സഖ്യകക്ഷി ഭരണം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞതിനെ വിമർശിക്കാനും വേണ്ടി അദ്ദേഹം ഉദാഹരിച്ച സർക്കാർ 2003 മുതൽ 2014 വരെയുള്ള സർക്കാരാണ്. നമുക്കത് തന്നെ ഉദാഹരണമായിട്ട് എടുക്കാം. ശ്രീ മൻമോഹൻ സിംഗ് തന്നെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞു, സഖ്യകക്ഷി ഭരണത്തിന്റെ ദൗർബല്യങ്ങൾ കാരണം, കോയിലേഷൻ പൊളിറ്റിക്സിന്റെ പ്രശ്നം കാരണം കറപ്ഷന് നേരെ എനിക്ക് കണ്ണടക്കേണ്ടി വന്നു എന്ന് പരസ്യമായി അന്ന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് പ്രഖ്യാപിക്കേണ്ടി വന്നു. 2011 ശ്രീ രാഹുൽ ഗാന്ധി വിദ്യാർത്ഥികളുമായി നടത്തിയ സംവാദത്തിനിടയ്ക്ക് പറഞ്ഞു, സഖ്യകക്ഷി ഭരണമല്ലായിരുന്നെങ്കിൽ, കോൺഗ്രസിന് ഒറ്റയ്ക്കുള്ള ഭരണമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് അഴിമതിയെ തടഞ്ഞു നിർത്താനും അതുപോലെയുള്ള കാര്യങ്ങൾക്കും സാധിക്കുമായിരുന്നു. സഖ്യകക്ഷി ഭരണമായതുകൊണ്ട് ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല, നയങ്ങൾ നടപ്പിലാക്കാൻ കഴിയുന്നില്ല എന്ന് 2011 രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് പറഞ്ഞു. അതായത് കോൺഗ്രസിന്റെ അന്നത്തെ പ്രധാനമന്ത്രിയും കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നതനായിട്ടുള്ള നേതാവും ഒരേപോലെ പറഞ്ഞിട്ടുള്ള കാര്യം, സഖ്യകക്ഷി ഭരണം കൊണ്ട് 2004 മുതൽ 2014 വരെയുള്ള സർക്കാരിന് കൃത്യമായി പ്രവർത്തിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ സഖ്യകക്ഷി ഭരണത്തെക്കാൾ ഏകകക്ഷി ഭരണമാണ് ഞങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്ന് അന്ന് അവർ പറഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്ന സഖ്യകക്ഷികളെ അപമാനിക്കലായിരുന്നോ? ഇപ്പോ രാജു പി നായർ മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡം അനുസരിച്ച്, അതായത് നരേന്ദ്രമോദിജി സഖ്യകക്ഷി ഭരണത്തിനെതിരായി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ച് അത് സഖ്യകക്ഷികളെ അപമാനിക്കലാണെങ്കിൽ 2004 മുതൽ 2014 വരെ നിങ്ങളുടെ സഖ്യകക്ഷികളെ അപമാനിക്കുകയായിരുന്നു. ഇത് മാത്രമല്ല, അവിടുത്തെ ഏറ്റവും പ്രമാദമായിട്ടുള്ള വിഷയം എന്താണ്? ഇത് ഒന്നാം UPA സർക്കാർ, അദ്ദേഹം പറയുന്ന ഒന്നാം UPA സർക്കാർ ഈ സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കറപ്റ്റഡ് ആയിട്ടുള്ള സർക്കാരായിരുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാം. ഓരോ ദിവസവും പുതിയ അഴിമതി കഥകളാണ് പുറത്തു വന്നത്. ഓരോ ദിവസവും പുതിയ അഴിമതി കഥകൾ. ആ അഴിമതി കഥകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 2G സ്കാം ആയിരുന്നു. ആ 2G സ്കാമിന്റെ കാര്യത്തിൽ മൻമോഹൻ സിംഗ് പറഞ്ഞ എന്താ? ആ പോളിസി ഡിസിഷൻ രാജ എടുക്കുന്ന സമയത്ത് ഞാൻ ഇരുട്ടിലായിരുന്നു, എന്നെ അറിയിച്ചില്ല എന്ന് ആരാ പറഞ്ഞത്? മൻമോഹൻ സിംഗാ പറഞ്ഞത്, പ്രധാനമന്ത്രിയാ പറഞ്ഞത്. അപ്പൊ പ്രധാനമന്ത്രി അറിയാതെ ചില സമാന്തര അധികാര കേന്ദ്രങ്ങൾ, DMK പോലെയുള്ള പാർട്ടികൾ ചെന്നൈയിലിരുന്നു കൊണ്ട് രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ടെലികോം പോളിസി എടുക്കുകയും ആദ്യം വരുന്നവന് ആദ്യം കൊടുക്കാം, 2G ലൈസൻസ് കൊടുക്കാമെന്ന പോളിസി എടുക്കുകയും ആ പോളിസിയുടെ ഭാഗമായി കോടിക്കണക്കിന് രൂപ അഴിമതി നടത്തുകയും ചെയ്തു. പിന്നീട് ഈ സർക്കാർ പോളിസി എന്ന പേരിൽ അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിൽ പോലും ഒരു 2G ഒരു വലിയ സ്കാം ആയിരുന്നു എന്നുള്ള പൊതു അംഗീകരിക്കപ്പെട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ 2G സ്കാം താൻ അറിയാതെ DMK നടത്തിയതാണെന്നും തന്നെ ഇരുട്ടിൽ നിർത്തിയെന്നും പരസ്യമായി മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അക്വിറ്റ് ചെയ്തതിനു ശേഷം രാജ വളരെ വൈകാരികമായിട്ടൊരു കത്ത് മൻമോഹൻ സിംഗ് അയച്ചതൊക്കെ ഈ രാഷ്ട്രീയ ചരിത്രത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ശ്രീ രാജു പി നായർ അദ്ദേഹം പറഞ്ഞതിൽ തന്നെ അദ്ദേഹത്തിനുള്ള ഉത്തരവുണ്ട്. അക്കാലത്തും ഈ പറയുന്ന അതിനെ സാമ്പാർ അവിയൽ എന്ന് വിശേഷിപ്പിച്ചിട്ടല്ലോ അങ്ങനെ ഒരു അരക്ഷിതാവസ്ഥ, അങ്ങനെ ഒരു അസ്ഥിരത ഉണ്ടാക്കേണ്ടതില്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുകയൊന്നുമല്ല BJPയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ഞാൻ അതിലേക്കും അങ്ങയിലേക്കും വരാം. ശ്രീ എസ് കെ സജീഷ്, അഴിമതിയും പ്രീണനവും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കൃത്യമായ ഒരു ഭൂരിപക്ഷം
ഒരു കൊലീഷൻ ആകാം, പക്ഷെ അതിന് നയിക്കുന്ന പാർട്ടിക്ക് വേണ്ടതുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പാർട്ടി സമ്മർദ്ദ തന്ത്രം ഉപയോഗിച്ച് എന്തെങ്കിലും തരത്തിലുള്ള അധികാര അമിത പ്രയോഗത്തിന് മുതിരുകയാണ് എങ്കിൽ തന്നെ ആ സർക്കാരിനെ അത് അസ്ഥിരപ്പെടുത്തില്ല എന്ന ഉറപ്പുണ്ടാവുകയാണെങ്കിൽ മുന്നോട്ട് പോകാം എന്ന നിലപാടാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചിരിക്കുന്നത്. എങ്കിൽ ഇതാ നിങ്ങൾ ഈ പ്രതിപക്ഷ ചേരി എന്ന് പറഞ്ഞുകൊണ്ട് വിരുദ്ധ താല്പര്യങ്ങളുടെ ഒരു കൂടാരം തന്നെയാണ് ഈ പ്രതിപക്ഷ ചേരി എന്ന് സമർത്ഥിക്കാൻ കഴിയും ബി ജെ പിക്ക്. പല വിഷയങ്ങളിൽ അത് പ്രകടമാക്കപ്പെടുന്നുമുണ്ട് ദിനേന എന്ന വണ്ണം. എങ്ങനെ ബി ജെ പിയെ പോലെ ഒരു പാർട്ടിയോട് മുട്ടി നിൽക്കാൻ കഴിയും 2024? ജനാധിപത്യത്തിലെ സംവിധാനങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുകയാണെങ്കിൽ അഴിമതിയും അതുപോലെ തന്നെ മറ്റ് ഭരണപരമായ പ്രശ്നങ്ങളുമെല്ലാം പരിഹരിക്കാൻ വേണ്ടി കഴിയും. അതിന് നിരവധിയായ ഉദാഹരണങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അതിനകത്ത് നാം കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഒന്ന് ലെജിസ്ലേച്ചറിൻ്റെ പ്രവർത്തനം, എക്സിക്യൂട്ടീവിൻ്റെ പ്രവർത്തനം, ജുഡീഷ്യറിയുടെ പ്രവർത്തനം. ഈ പ്രവർത്തനങ്ങൾ സ്വതന്ത്രമായും കൃത്യമായിട്ടുമാണ് നടക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നടക്കും, അഴിമതിയും മറ്റു കാര്യങ്ങളും തടയപ്പെടും. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നം അഴിമതി ഇല്ലാത്ത രാജ്യമാണോ ഇന്ത്യ? ഇവിടെ എന്താണ് നമ്മൾ തമാശയാണോ പറയുന്നത്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ അഴിമതി ഭരണരംഗത്ത് നടക്കുന്ന രാജ്യം ഇപ്പോൾ ഇന്ത്യ. എന്തുകൊണ്ടാണ്? ഇവിടെ ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത ഏകാധിപത്യത്തിലേക്ക് രാജ്യത്തെ കൊണ്ടുപോവുകയാണ്. ഇവിടെ മറ്റാർക്കും ശബ്ദിക്കാൻ വേണ്ടി കഴിയില്ല. ഇന്ത്യൻ പാർലമെൻറ്റിനെ പോലും ഇവർ അംഗീകരിക്കുന്നില്ല. പാർലമെൻറ്റിനെ നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുകയാണ്. ജനാധിപത്യത്തെ അവഹേളിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് മുഴുവൻ അദാനിക്കും അംബാനിക്കും കൊടുക്കുകയാണല്ലോ. അദാനി രാജാണല്ലോ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്തെ എയർപോർട്ടുകൾ, സീപോർട്ടുകൾ, മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇത് മുഴുവൻ അദാനിക്ക് വീതം വെക്കുമ്പോൾ അദാനിക്ക് വേണ്ടി ഓസ്ട്രേലിയയിലേക്ക് പോയി ഖനികൾ വാങ്ങാൻ ഇന്ത്യയിലെ നമ്മുടെ ദേശീയ ബാങ്കുകളുടെ പണം എത്തിച്ചു കൊടുക്കുന്ന പ്രധാനമന്ത്രി എന്ന് പറയുന്നത് അഴിമതിയുടെ ഏത് നിലയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുകയാണ്. ക്രോണി ക്യാപിറ്റലിസ്റ്റിൻ്റെ കാലത്ത് 3 പേർ ചേർന്നുള്ള ഈ ചങ്ങാത്ത മുതലാളിത്തം അതിലൂടെ വളരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള കുതിരക്കച്ചവടത്തിലൂടെ മുന്നോട്ട് പോകുന്നവരാണ് കോയിലേഷൻ ഗവൺമെൻറ്റുകളെ കുറിച്ച് പറയുന്നത്. എന്ത് അവകാശമാണ് ഇവർക്ക് പറയാനുള്ളത്? നമ്മൾ നോക്കൂ, ഈ രാജ്യത്ത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കുന്ന ഗവൺമെൻറ്റുകളെ അട്ടിമറിക്കാൻ ഗവർണർമാരെ ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ കമല എന്ന ഓമന പേരിട്ടുകൊണ്ട് പഴയ കുതിര കച്ചവടം തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. പണം ഉപയോഗിച്ച് MLA-മാരെയും MP-മാരെയും വാങ്ങിക്കുന്നു. ഇതല്ലേ നമ്മുടെ രാജ്യത്തുണ്ടായിക്കൊണ്ടിരിക്കുന്നത്? ഈ സാഹചര്യത്തിൽ നമ്മൾ കാണേണ്ടത് എന്താണ്? ഇവിടെ മോദി അവകാശവാദം ഉന്നയിക്കുന്നു. മോദിയേക്കാൾ വലിയ അവകാശവാദമായിരുന്നു നേരത്തെ അടൽ ബിഹാരി വാജ്പേയി ഉന്നയിച്ചത്. ഇന്ത്യ ഈസ് ഷൈനിങ് എന്നാണ് പറഞ്ഞത്, ഇന്ത്യ തിളങ്ങുകയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ആ തിളങ്ങുന്ന ഇന്ത്യക്ക് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഉത്തർപ്രദേശിൽ കുറച്ച് സാരികൾ വെറുതെ കൊടുത്തപ്പോൾ 100 സാരികൾ വെറുതെ കൊടുത്തപ്പോൾ 100-ലധികം പേർ തിക്കിലും തിരക്കിലും മരിക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ടായിരുന്നു. അതായിരുന്നു തിളങ്ങുന്ന ഇന്ത്യയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. GDP-യിലെയോ അല്ലെങ്കിൽ മറ്റ് കണക്കുകളോ കാണിക്കുന്നത് അദാനിയെയും അംബാനിയെയും ചേർത്തുകൊണ്ടാണ്. വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ 125 രാജ്യങ്ങളുടെ പട്ടികയിൽ 111-ാം സ്ഥാനത്താണ്. പട്ടിണിയും ദാരിദ്ര്യവും പെരുകുകയാണ്, തൊഴിലില്ലായ്മ പെരുകയാണ്, തൊഴിൽ നഷ്ടപ്പെടുകയാണ്. ഇതെല്ലാം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഈ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഇവരുടെ അജണ്ട എന്തുമാത്രമാണ്? ഈ രാജ്യത്തെ പ്രധാന വിഷയങ്ങളായി അവർ തെരഞ്ഞെടുപ്പിലും മറ്റും അവതരിപ്പിക്കുന്നത് വർഗീയത മാത്രമാണ്. വർഗീയപരമായി ജനങ്ങളെ സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി പൗരത്വ ഭേദഗതി നിയമവും അതുപോലെ തന്നെ കാശ്മീരിൻ്റെ വിഷയവും അപ്പോൾ രാമക്ഷേത്ര വിഷയവും എല്ലാം ഉന്നയിച്ചുകൊണ്ട് ഇവർ മുന്നോട്ട് പോകുന്നു. എന്നാൽ ഈ രാജ്യത്തെ പട്ടിണി, തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, മറ്റു പ്രതിസന്ധികൾ, വിലക്കയറ്റം, ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറാകുന്നില്ല എന്ന ഗൗരവകരമായ കാര്യം കാണേണ്ടതുണ്ട്. ഒന്നാണ് ഈ വേളയിൽ സൂചിപ്പിക്കാനുള്ളത്, ഇവർക്ക് ഭയമാണ്, ഇന്ത്യയെ ഭയമാണ്, യഥാർത്ഥ ഇന്ത്യയെ ഭയമാണ്. അത് ബ്രിട്ടീഷുകാരെ പോലെ തന്നെയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എല്ലാവരും ഒത്തുചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതിന് ശേഷമാണല്ലോ ഈ രാജ്യത്ത് പിന്നീട് ബ്രിട്ടീഷുകാർ ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന, രാജ്യം ഒരുമിച്ച് നിൽക്കരുത് എന്ന തന്ത്രം ആവിഷ്കരിക്കുന്നത്. ആ ഭിന്നിപ്പിച്ചു ഭരിക്കലിൻ്റെ ആത്മാവിനെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ന് ഈ രാജ്യത്തെ ഭരിക്കുകയാണ് BJP എന്ന് കാണേണ്ടതുണ്ട്. പക്ഷേ യഥാർത്ഥ ഇന്ത്യയായി മാറുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ വിവിധ ഭാഷകൾ സംസാരിക്കുന്നവർ, ആചാരാനുഷ്ഠാനങ്ങളുള്ളവർ, മതവിശ്വാസങ്ങളുള്ളവർ, വേഷവിധാനങ്ങൾ വ്യത്യാസമുള്ളവർ, വിവിധ ഭക്ഷണശൈലിയുള്ളവർ, ഈ വൈവിധ്യങ്ങളെല്ലാം ഇന്ത്യയായി ഒത്തുചേരും. അങ്ങനെ ഒത്തുചേർന്നപ്പോൾ ഇന്ത്യ എന്ന രാജ്യം രൂപപ്പെടുകയും ബ്രിട്ടീഷുകാർ പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് വർത്തമാനകാലവും ആവശ്യപ്പെടുന്നത് ഇന്ത്യ ഉണ്ടാവാനാണ്. ഫെഡറലിസം ഉയർത്തിപ്പിടിക്കുന്ന, വൈവിധ്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സംവിധാനങ്ങൾ ഉണ്ടാവുകയാണ്. ആ സംവിധാനം
ഈ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് സഹായകരമാകും. ഇവിടെ കോയിലേഷൻ ഗവൺമെൻറ്റുകളെ കുറ്റം പറയുമ്പോൾ ഇവരെത്ര കോയിലേഷൻ ഗവൺമെൻറ്റുകളെയാണ് ഈ രാജ്യത്ത് നയിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ എണ്ണമൊന്നും ഏറെയൊന്നും പറയുന്നില്ല. മഹാരാഷ്ട്രയിൽ കോയിലേഷൻ ഗവൺമെൻറ് അല്ലേ, അപ്പുറത്ത് മണിപ്പൂരിലല്ലേ, ഇവിടെയൊക്കെ സഖ്യ കക്ഷികൾ ചേർന്നുകൊണ്ടല്ലേ ഭരിക്കുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നിങ്ങൾ BJP എന്നുള്ള നിലക്കാണോ, NDA എന്നുള്ള നിലക്കല്ലേ? ഇതിൽ കൂടുതൽ പാർട്ടികൾ അതില്ലേ? ഇതൊക്കെ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഭയമാണ് ഇവർക്ക് ഡാറ്റയെ ഭയമാണ്. ഇവിടെ പറഞ്ഞ ഡാറ്റകളെല്ലാം കളവാണ്. അടുത്ത റൗണ്ടിൽ വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഈ രാജ്യത്ത് ഡാറ്റകൾ പുറത്തു കൊണ്ടുവരുന്ന എല്ലാ സംവിധാനങ്ങളെയും നിശ്ചലമാക്കി നിർത്തിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ജനങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെക്കുറിച്ച് പറയുന്ന എല്ലാ ഡാറ്റകളെയും പുറത്തു നിർത്തിക്കൊണ്ട് തെറ്റായ കാര്യങ്ങൾ മാത്രം പ്രചരിപ്പിച്ച് കുറേ വില കൊടുത്ത് വാങ്ങിയ മാധ്യമങ്ങൾ കൂടെയുണ്ട് എന്നുള്ളത് കൊണ്ട് മുന്നോട്ട് പോകാനാണ് BJP ശ്രമിക്കുന്നത്. പക്ഷേ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കും. അത് ഇന്ത്യയായി മാറും എന്ന് നമ്മൾ കാണാം. ശ്രീ SK സജീഷ് പറഞ്ഞ് അവസാനിപ്പിച്ചത് നിങ്ങൾ ഒരു മുന്നണിയാണല്ലോ. ഞാൻ ശ്രീ രാജു പി നായരിലേക്ക് അതേ ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ശ്രീ രാജു പി നായർ, പക്ഷേ പ്രധാനമന്ത്രിയോട് ഈ ചോദ്യങ്ങൾ ഉയർത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു പാൻ ഇന്ത്യൻ പാർട്ടി അല്ല BJP എന്ന ലേബൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഹിന്ദി ഹൃദയ ഭൂമിയിലെ, ഹിന്ദു മെജോറിറ്റി ഭൂമിയിലെ ഒരു ബ്രാഹ്മിൺ ബനിയ പാർട്ടിയിൽ നിന്ന് തെക്കേ ഇന്ത്യയിലെ ലോക്സഭാ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയിലേക്ക്, കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിലെ കണക്കടക്കം അദ്ദേഹം പറയുന്നുണ്ട്. പ്രതിപക്ഷത്തിരിക്കുന്ന 16 സംസ്ഥാനങ്ങളുടെ കണക്ക് അദ്ദേഹം പറയുന്നുണ്ട്. നോർത്ത് ഈസ്റ്റിലെ ക്രിസ്ത്യൻ ഭൂരിപക്ഷ മേഖലയിൽ ഭരിക്കുന്ന 6 സംസ്ഥാനങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ എന്ന് ഇന്ത്യയെ ഒരുമിപ്പിച്ച് നിർത്താൻ എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇന്ത്യയെ യഥാർത്ഥത്തിൽ ഒരുമിപ്പിച്ച് നിർത്തുന്നത് തങ്ങളാണ് എന്ന് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നു പ്രധാനമന്ത്രി. അല്ല മധു, അത് തന്നെയാണ് ഇരട്ടത്താപ്പ്. നരേന്ദ്രമോദിയുടെ ഇരട്ടത്താപ്പിന്റെ മുഖത്തിന് മറ്റൊരു തെളിവ് ആവശ്യമുണ്ട്. അദ്ദേഹം ഒരു സമയത്ത് ഈ കൂട്ടുകക്ഷി ഭരണത്തെക്കുറിച്ച് പറയുകയും അതേ സമയത്ത് തന്നെ തങ്ങളുടെ പാർട്ടിക്ക് ഇന്ത്യയിൽ മുഴുവൻ പാൻ ഇന്ത്യ പാർട്ടിയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇതേ കൂട്ടുകക്ഷികളുടെ മേളിൽ കയറി കുതിര ഓടിക്കുകയും ചെയ്യാണ് അല്ലേ? അവരുടെ തോളത്തിരുന്നുകൊണ്ടാണ് ഈ പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, നോർത്ത് ഈസ്റ്റിൽ BJP എങ്ങനെയാണ് നിൽക്കുന്നത്? അവിടുത്തെ മിസോറാമിൽ നിൽക്കുന്നത് എങ്ങനെയാണ്? നാഗാലാൻഡിൽ നിൽക്കുന്നത് എങ്ങനെയാ? അവിടെയെല്ലാം സഖ്യകക്ഷികളുടെ പുറത്തല്ലേ നിൽക്കുന്നത്. മറ്റെവിടെയാ? ഹിന്ദി ഹൃദയഭൂമിനപ്പുറത്ത് BJP ഒറ്റയ്ക്ക് നിൽക്കുന്ന സംസ്ഥാനങ്ങൾ ഏതാ? പഞ്ചാബിൽ സാന്നിധ്യം ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ഇതാണ് ഇരട്ടത്താപ്പിന്റെ മുഖം എന്ന് പറയുന്നതാണ്. പിന്നെ സന്ദീപ് വാര്യര് ഇവിടെ പറയാൻ നോക്കി. സന്ദീപ് വാര്യരെ, ഞാൻ ഒരു കാര്യം പറയാം. ഏത് രാഷ്ട്രീയ പാർട്ടിയും, ഒരു പക്ഷേ NDAക്കകത്തുള്ള ഗോർഖ നാഷണൽ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അവർ രാഷ്ട്രീയ ലക്ഷ്യമായിട്ട് കാണുന്നത് ഇന്ത്യയിൽ ഒറ്റയ്ക്ക് ഭരിക്കുക എന്നുള്ളതായിരിക്കാം. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും കൂടുതൽ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ലഭിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപിത ലക്ഷ്യമാണെന്നേ. അതിപ്പോൾ കോൺഗ്രസിനും CPM-നും CPI-ക്കും ഉൾപ്പെടെ മുതൽ എല്ലാ പാർട്ടികൾക്കും അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം അതാണ്. അവർക്കതിനുള്ള അവകാശവുമുണ്ട്. പക്ഷേ അതില്ലാതെ വരുന്നൊരു സാഹചര്യത്തിൽ ഒരു കൂട്ടുകക്ഷി ഭരണത്തിന് മാത്രമേ ഇനി സാധ്യതയുള്ളൂ എന്ന് കണ്ടെടുത്ത് കോൺഗ്രസ് ആ രാഷ്ട്രീയം കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നാണ്. ആ കൂട്ടുകക്ഷി രാഷ്ട്രീയത്തിൽ അങ്ങ് പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ആ സ്റ്റേറ്റ്മെന്റുകൾ ഉള്ളപ്പോൾ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആർജവും രാഷ്ട്രീയ മാന്യതയും രാഷ്ട്രീയ ഇതും പുലർത്തുന്ന ഒരു പാർട്ടി ചെയ്തതെന്താ? DMK ഉൾപ്പെടെയുള്ള അഴിമതി ഉണ്ടായപ്പോൾ ആ അഴിമതിക്കെതിരെ കേസെടുത്തത് UPA സർക്കാരാണ്. നിഷേധിക്കാൻ കഴിയുമോ? അവർക്കെതിരെ കേസെടുത്തത് UPA സർക്കാരല്ലേ? അപ്പം ഏതൊരു ആരോപണം വന്നാലും ആരോപണത്തെക്കുറിച്ച് അന്വേഷിക്കാനും ജനങ്ങളോട് പറയാനുള്ള അക്കൗണ്ടബിലിറ്റിയും അത് നിർവഹിക്കാനുള്ള ഭരണപരമായിട്ടുള്ള അപ്പർ ഹാൻഡും ഉണ്ടായിരുന്ന ഒരു സഖ്യം തന്നെയായിരുന്നു UPA ഗവൺമെന്റ് സഖ്യം. പിന്നെ അങ്ങ് പറയുന്നത് NDAയുടെ കാലത്ത് അഴിമതിയില്ലെന്ന്. നമ്മൾ അതിലേക്കൊക്കെ ഇപ്പൊ പോയി കഴിഞ്ഞാൽ സമയം കളയും. എന്തായാലും കേട്ടിരിക്കുന്ന ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. കേന്ദ്ര സർക്കാരിനെതിരെ എന്ത് അഴിമതി ആരോപണമാണ് നിങ്ങൾക്ക് ഉന്നയിക്കാനുള്ളത് എന്ന് ചോദിച്ചത് ആ സംവിധാനത്തെ നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ്. അത് ശ്രീ സജീഷ് നിഷേധിക്കുന്നുണ്ട്, അങ്ങ് നിഷേധിക്കുന്നുണ്ട്. പക്ഷെ അത് ഉയർത്തിക്കൊണ്ടുവരാനെതിരെ പോരാടാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന ചോദ്യം ഉണ്ടാക്കുന്നുണ്ട്. മാധു, അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഒന്നുകിൽ അത്തരത്തിലുള്ള ആരോപണം വരുമ്പോൾ രാഷ്ട്രീയ നൈതികത വെച്ചുകൊണ്ട് അതിനെ അന്വേഷിക്കാൻ തയ്യാറാവണം. അതല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ അതിനെ സംബന്ധിച്ച് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഇതൊന്നുമില്ലാതെ ഒരു രാജ്യത്തെ മുഴുവൻ സംവിധാനങ്ങളെയും കൈയടക്കി വെച്ചുകൊണ്ട് ഏകാധിപതിയുടെ ഭരണത്തെ പോലെ പറഞ്ഞിട്ട് ഞങ്ങൾക്കെതിരെ ഒരു ആരോപണവുമില്ലെന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുക?
ഈ കഴിഞ്ഞ ദിവസമല്ലേ ഏത് സംസ്ഥാനം ഞാൻ പറഞ്ഞു, അവിടുത്തെ ഒരു MLA തന്നെ, BJPയുടെ MLA തന്നെ അവിടെ കോവിഡ് സമയത്ത് നടത്തിയ അഴിമതിയെ സംബന്ധിച്ച് പറഞ്ഞത് പങ്കജ് മുണ്ടയ്ക്കെതിരെ ഉണ്ടായിരുന്ന അഴിമതി എന്തായിരുന്നു? 40,000 കോടി ബെദിയൂരപ്പയ്ക്കെതിരെ അഴിമതി ആരോപണം ഉണ്ടായിരുന്നല്ലോ. ഈ പറയുന്ന റാഫേൽ ഇതിനെ സംബന്ധിച്ച് അഴിമതി ആരോപണം ഉണ്ടായിരുന്നല്ലോ. ഹിൻഡൻബർഗിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് അദാനിക്കെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എന്തേ EDക്ക് അദാനിയിലേക്ക് പോകാനുള്ള ടാക്സ് കിട്ടിയില്ലേ? ഞങ്ങൾ ടാക്സ് ബുക്ക് ചെയ്ത് കൊടുക്കാം, അവിടെ പോയി അന്വേഷിക്കട്ടെ. ഷെബി പറഞ്ഞതിൽ അവസാനം സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നില്ലേ? എവിടെയാണ് ഈ സർക്കാർ? ആദ്യത്തെ NDA സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ രാജ്നാഥ് സിംഗ് പറഞ്ഞ UPA സർക്കാരല്ല, ആരോപണങ്ങൾ വരുമ്പോൾ രാജിവെക്കാൻ പോകുന്ന സർക്കാരല്ല എന്നാണ്. വെച്ചാൽ ജനങ്ങളോട് ഞങ്ങൾക്ക് യാതൊരു അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു സർക്കാരാണ്. പിന്നെ 2004 മുതൽ 2014 വരെയുള്ള UPA ഗവൺമെന്റിനകത്തുള്ള അഴിമതിയാണ് പറയുന്നത്, 2G ഉൾപ്പെടെ. സന്ദീപ് വാര്യർ, ഞാനൊരു ഇത് വായിക്കാം. ആ 2G സ്കാമിന്റെ ട്രയൽ നടന്ന CBI കോടതി 2017 ജഡ്ജ്മെന്റ് പറഞ്ഞു. ആ ജഡ്ജ്മെന്റിൽ എന്താ പറഞ്ഞതെന്നറിയോ? അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ പറയുന്ന ഇത്രയും കാലം ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവധി ദിവസങ്ങൾ ഉൾപ്പെടെ ഈ കോടതി മുറി തുറന്നു വെച്ചു. ഒരു പീസെങ്കിലും ഇതിനകത്ത് ഒരു തെളിവ് കൊണ്ടുവരാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. ഒരാൾക്കും ഒരു തെളിവ് കൊണ്ടുവരാൻ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ കേസ് ക്ലോസ് ചെയ്തത്. കോൾ സ്കാമിൽ നിങ്ങൾ വലിയ ആഘോഷം ഉന്നയിച്ചല്ലോ. നിങ്ങളുടെ CBI അല്ലേ കോടതി പോയി പറഞ്ഞത് യാതൊരു തെളിവുമില്ല എന്ന് പറഞ്ഞത്? അന്ന് തന്നെ കോൺഗ്രസ് എടുത്തിരുന്ന നിലപാട് എന്താ? കോൺഗ്രസ് എടുത്തിരുന്ന നിലപാട് അത് ഒരു പോളിസി മാറ്ററാണ്. ഇവർ CAG ഉപയോഗിച്ചുകൊണ്ട്, വിനോദ് റായിയെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കൃത്യവുമായ കണക്കുണ്ടാക്കി. ആ കണക്ക് രാജ്യത്ത് മുഴുവൻ വ്യാപിപ്പിച്ചു. എന്നിട്ട് നരേന്ദ്രമോദി പ്രസംഗിക്കുന്നിടത്തെന്ന് പറഞ്ഞു, ഞാൻ പ്രസംഗിക്കുന്നിടത്ത് എഴുതി തുടങ്ങിയാൽ അതിന്റെ അവസാനത്തെ 10 ജന്മത്തിലെ പോയി നിൽക്കോളൂ എന്ന് പറഞ്ഞത്. ആ ഉന്നയിച്ച ആരോപണങ്ങളിൽ 9.5 വർഷം അധികാരത്തിലിരുന്നിട്ട് സർവ്വ സൈന്യാധിപനായിട്ട് സർവ്വ കാര്യങ്ങൾ രാഷ്ട്രപതിയെ പോലും അപ്രസക്തനാക്കുന്ന ഈ രാജ്യത്തിന്റെ ഏകാധിപതിയായിട്ടിരിക്കാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിക്ക് ഈ കോൺഗ്രസിനെതിരെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിച്ചോ? ഒരൊറ്റ കേസ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കഴിവുകെട്ടവരാണെന്ന് അതിൽ നിന്ന് തെളിയുക. അഴിമതിക്കെതിരെ ഒരു യുദ്ധം നയിക്കാൻ നിങ്ങളെ അതുതന്നെയാണ്. ജനങ്ങളോട് ആ വിധത്തിൽ സംവദിക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ പ്രതിപക്ഷത്തിരുന്ന് കഴിയുന്നില്ല എങ്കിൽ അത് സർക്കാരിന് കിട്ടുന്ന ആഭിമുഖ്യം തന്നെയാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ശ്രീ സന്ദീപ് വാര്യർ, രാജ്യത്തുടനീളം പല സംസ്ഥാനങ്ങളിൽ ഈ പറയുന്ന അവിയൽ സർക്കാരുകളുടെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എങ്ങനെയാണ് അതിനെ തള്ളിപ്പറയാൻ കഴിയുന്നത് എന്ന ചോദ്യം ശ്രീ SK സജീഷും ശ്രീ രാജു പി നായരും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തേത്, എമർജൻസിക്ക് ശേഷം വന്നതൊരു കോalition സർക്കാരാണ്. അതായത് കോൺഗ്രസുകാർ പോലും പിന്നീട് പലതവണ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയ അധികാരത്തിന്റെ അമിത പ്രയോഗത്തിന് മറുപടി കൊടുത്തത് ഒന്നിച്ചു നിന്നിട്ടാണ്. ഇപ്പോഴത്തെ ഭരണത്തെ പ്രതിപക്ഷ നിര വിശേഷിപ്പിക്കുന്നത് എമർജൻസി എന്ന് തന്നെയാണ്. ആ രാഷ്ട്രീയ അധികാര അമിത പ്രയോഗത്തിനെതിരെ ഇവരൊന്നിച്ചു നിൽക്കുന്നതിനെ നിങ്ങൾക്ക് എങ്ങനെ കുറ്റം പറയാൻ കഴിയും? ഒന്ന് മാധു, ഇവിടെ സഖ്യകക്ഷി രാഷ്ട്രീയത്തെ പൊതുവെ തള്ളിക്കളയുകയല്ല ചെയ്തത്. മറിച്ച് സഖ്യകക്ഷി രാഷ്ട്രീയം കൊണ്ട് രാജ്യത്ത് സർക്കാരുകളുടെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന അപജയങ്ങൾ, പലപ്പോഴും ഉണ്ടാകുന്ന മെല്ലെപ്പോക്ക്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ആദ്യത്തെ രാഷ്ട്രീയ നേതാവല്ല നരേന്ദ്രമോദി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, രാജ്യത്തെ വിവിധ രാഷ്ട്രീയ നേതാക്കൾ വിവിധ കാലഘട്ടങ്ങളിൽ സഖ്യകക്ഷി രാഷ്ട്രീയത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാവർക്കും അറിയുന്നതാണ്. പലപ്പോഴും തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത്, പോളിസി മാറ്റേഴ്സ് വരുന്ന സമയത്ത് സഖ്യകക്ഷികളുടെ പ്രാദേശിക താല്പര്യങ്ങൾ, തൽപര കക്ഷികളുടെ താല്പര്യങ്ങൾ, ചെറിയ സമ്മർദ്ദ ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങളൊക്കെ തന്നെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതിൽ സർക്കാരുകളെ പിന്തിരിപ്പിക്കും, സമയം വേഗത കുറയ്ക്കും. ആ വേഗത കുറവ് സ്വാഭാവികമായിട്ടും ഭരണത്തെയും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെയും ബാധിക്കും എന്നുള്ളൊരു സത്യമാണ്. ആ സത്യം തുറന്നു പറയുക മാത്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ നിലവിൽ NDA സർക്കാരാണെങ്കിൽ പോലും സമ്പൂർണമായ ഭൂരിപക്ഷത്തോടുകൂടി BJPക്ക് ഒരു ഭൂരിപക്ഷത്തോടുകൂടി സർക്കാരിനെ കഴിഞ്ഞ 10 വർഷമായി തന്നതുകൊണ്ടാണ് രാജ്യത്ത് വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നിരവധിയായിട്ടുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് GST ഉൾപ്പെടെ. ഉദാഹരണത്തിന് വനിതാ സംവരണ ബില്ല്, എത്രയോ കാലമായി സഖ്യകക്ഷി ഭരണത്തിന്റെ തടവറയിൽപ്പെട്ട് അന്തിയുറങ്ങുകയായിരുന്ന വനിതാ സംവരണ ബില്ല് പാസാക്കി എടുക്കാൻ സാധിച്ചത് BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയത് കൊണ്ടാണ്.
ഈ സഖ്യകക്ഷി ഭരണമുള്ള സമയത്ത് പലപ്പോഴും ഫ്രീസറിൽ വെച്ചിട്ടുള്ള പല നിയമങ്ങളും നമുക്ക് നടപ്പാക്കാൻ സാധിച്ചതും സാമ്പത്തിക പരിഷ്കരണ നയങ്ങൾ വളരെ സ്പീഡോടുകൂടി നടപ്പാക്കാൻ സാധിച്ചതും ഒക്കെ സഖ്യകക്ഷി ഭരണം ഇല്ലാത്തതുകൊണ്ട്, അതല്ലെങ്കിൽ സഖ്യകക്ഷി ഭരണത്തിന്റെ സമ്മർദ്ദം ഇല്ലാത്തതുകൊണ്ടാണ്. സഖ്യകക്ഷി ഇല്ലാത്തതുകൊണ്ടല്ല, ആ സമ്മർദ്ദം ഇല്ലാത്തതുകൊണ്ടാണ്. ആ സമ്മർദ്ദമുള്ള സ്ഥലത്ത് സ്വാഭാവികമായിട്ടും അത് ഏത് പാർട്ടി ഭരിക്കുകയാണെങ്കിലും ആ സമ്മർദ്ദമുള്ള സ്ഥലത്ത് പലതരത്തിലുള്ള താല്പര്യങ്ങൾ ആ സർക്കാരിനെ ബാധിക്കും എന്നുള്ളത് ഒരു സത്യമായിട്ടുള്ള കാര്യമാണ്. ആ സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ജനങ്ങളോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്, ഞങ്ങൾക്ക് വീണ്ടും നല്ല ഭൂരിപക്ഷത്തോടു കൂടിയിട്ടുള്ള ഒരു സർക്കാരിനെ തരണം. അങ്ങനെ തന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാജ്യത്തിന്റെ വികസനത്തിന് അത് മുതൽക്കൂട്ടാകും എന്നാണ് അദ്ദേഹം പ്രാഥമികമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾക്ക് ചില മറുപടികൾ. ഇവിടെ എസ് കെ സജീഷ് അദാനിയെ കുറിച്ച് പറഞ്ഞത്, CPM-ന്റെ സ്ഥിരം ചർച്ചകൾക്ക് വരുന്ന ആളുകൾ അദാനിക്ക് പോർട്ടുകൾ കൊടുക്കുന്നു, അദാനിക്ക് എയർപോർട്ടുകൾ കൊടുക്കുന്നു, അദാനി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പണ്ട് ഇവര് ബിർളയും ടാറ്റയ്ക്കും ഗോയങ്കയ്ക്കും എതിരൊക്കെ പറഞ്ഞിരുന്ന ആളുകളാണ്. ടാറ്റ, ബിർള, ഗോയങ്ക എന്നായിരുന്നെങ്കിൽ ഇന്നിപ്പോ അംബാനി, അദാനി എന്നായി അവരുടെ മുദ്രാവാക്യം മാറി, അത്രേ ഉള്ളൂ. പക്ഷേ ഈ അദാനിയുടെ മകനെ ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയി നല്ല മൃഷ്ടാന്നം ഭോജനം കൊടുത്ത് പാലട പായസവും കുടിപ്പിച്ച് പപ്പടവും പഴവും കൂട്ടി പറഞ്ഞയച്ചത് ആരാണ്? അദാനിയുടെ മകനെ, കരണദാനിയെ കെട്ടിപ്പിടിച്ച് ഫോട്ടോ എടുത്ത് പറഞ്ഞയച്ചത് ആരാണ്? ആ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നാണ്. അദ്ദേഹം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലത്ത് വിഴിഞ്ഞം പോർട്ടിൽ 5000 കോടിക്ക് മേലെ അഴിമതിയുണ്ടെന്നും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ അദാനിയെ പറപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ട് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ അദാനിയുടെ പേരുള്ള ബലൂണും ഉയർത്തിപ്പിടിച്ച്, അല്ലെ, വിഴിഞ്ഞം പോർട്ടിന്റെ പണി കഴിഞ്ഞിട്ടില്ല, അതിനു മുമ്പ് അവിടേക്ക് വന്ന ഒരു കപ്പൽ, അവിടേക്ക് യന്ത്രമിറക്കാൻ വന്നൊരു കപ്പൽ, ആ കപ്പൽ വന്നതിന്റെ ഉദ്ഘാടന മഹാമഹം നടത്തിയിട്ട് ഇതാ കേരളത്തിൽ ഞങ്ങൾ വലിയ സംഭവം കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ പ്രചരണം നടത്തിയ ആളുകളാണ് ഇപ്പൊ അദാനിയെ കുറ്റം പറയുന്നത്. ഒരു സ്ഥലത്ത് അദാനിയെ വിളിച്ച് സ്വീകരിക്കുക, അദാനിയോടൊപ്പം ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമായി മാറുക, അദാനിയുടെ പേരുള്ള ബലൂണ് ആകാശത്തേക്ക് ഉയർത്തിവിട്ട് ആഹ്ലാദിക്കുക, അതിന്റെ പേരിൽ വലിയ വികസന നായകൻ എന്ന പേര് നടിക്കാൻ ശ്രമിക്കുക. അതൊക്കെ ചെയ്തതിനു ശേഷം ചാനൽ ചർച്ചയിൽ വന്നിരുന്ന അദാനിയെ കുറ്റം പറയുന്നതിൽ ഇത് അദാനി കാണില്ല എന്നുള്ളത് കൊണ്ടാണോ? നാളെ അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റ് വന്നാൽ നിങ്ങൾ വേണ്ട എന്ന് പറയോ? ഇല്ലല്ലോ. അദാനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഇപ്പൊ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട്. അവിടെ അദാനി രാജസ്ഥാനിൽ കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവിടെ പോയി വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയില്ലേ? അന്ന് അവരതിനെ സ്വാഗതം ചെയ്തില്ലേ? അദാനി ഇത്രയും വലിയ സംഭവമായി മാറിയത് തന്നെ UPA സർക്കാർ ഭരിക്കുന്ന കാലത്ത് കൂടിയല്ലേ? അന്നൊന്നും നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ വെറുതെ പറയാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ മുദ്രാവാക്യം എന്നതിലുപരിയായിട്ട് നിങ്ങൾക്ക് അദാനിയോട് വിരോധമൊന്നുമില്ല എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും അറിയുന്നതാണ്. ഇത് പച്ച കാപട്യമാണ്, കള്ളമാണ്, കാപട്യമാണ് അദാനി വിരോധം എന്നൊക്കെ പറയുന്നത്. നേരത്തെ ടാറ്റയ്ക്കും ബിർളയ്ക്കും ഗോയങ്കയ്ക്കും എതിരായിട്ടായിരുന്നു ഒരു 80കളിലും 90കളിലും ഒരു മുദ്രാവാക്യം വിളിച്ചത്. കാരണം അന്ന് ഇന്ത്യയിലെ വലിയ സ്ഥാപനങ്ങൾ അവരാണ്, സ്വകാര്യ കമ്പനികൾ അവരാണ്. ഇവർക്ക് സ്വകാര്യ മുതലാളിമാർ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ ഹറാമാണല്ലോ. പച്ച കള്ളമാണ്. എല്ലാ മുതലാളിമാരുമായിട്ടും ചങ്ങാത്തമുള്ളത് ഇവർക്കാണ്. ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നത് ഇവരാണ്. ഞാനൊരു ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിനെ കൂടുതൽ പറയുന്നില്ല. അദാനിക്കെതിരെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അദാനിക്കെതിരെ ചോദ്യം ഉന്നയിച്ചത് കൊണ്ടാണ് താൻ പാർലമെന്റിൽ നിന്ന് ഒരു ഘട്ടത്തിൽ പുറത്താക്കപ്പെട്ടത് എന്നതുപോലും അദ്ദേഹം പറഞ്ഞാണ്. അതൊന്നും അദാനി കേൾക്കില്ല എന്ന് വിചാരിച്ചായിരിക്കില്ലല്ലോ അത്തരം ആരോപണങ്ങൾ രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ചിട്ടുണ്ടാവുക. മാത്രമല്ല ഇൻവെസ്റ്റ്മെന്റിനെതിരെ അല്ല. ഇപ്പോൾ UPA സർക്കാരിന്റെ കാലത്ത് അദാനി വലിയ തോതിൽ ലാഭമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അന്ന് BJPക്ക് രാഷ്ട്രീയ ആരോപണം ഉണ്ടായിരുന്നോ? അധികാരത്തിൽ ഇടനാടുകളിൽ അദാനിയും UPA സർക്കാരും തമ്മിൽ ഇത്തരത്തിൽ അവിശുദ്ധ ബന്ധങ്ങളുണ്ടെന്ന ആരോപണം ഉണ്ടായിരുന്നോ NDAക്ക്? ഞാൻ എവിടെയാണ് അവിശുദ്ധ ബന്ധം ഉണ്ടെന്ന് പറഞ്ഞത്? അല്ല, ഇന്ത്യയിൽ സ്വകാര്യ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് പ്രവർത്തിക്കാനും നിങ്ങൾ ഒരുമിച്ച് ഞാൻ പറയാത്ത കാര്യം പറയണ്ട. ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പറയാം, അദാനി ഇത്ര മോശക്കാരനായിരുന്നെങ്കിൽ അദ്ദേഹം നിങ്ങളുടെ സംസ്ഥാനങ്ങളിലും പോയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ കൈനീട്ടി സ്വീകരിക്കതായിരുന്നു. ഇവിടെ അദാനി അടക്കമുള്ള ഇന്ത്യയിലെ ഒരു സെക്കൻഡ് ഞാൻ പൂർത്തിയാക്കട്ടെ. അദാനി അടക്കമുള്ള ഇന്ത്യയിലെ സ്വകാര്യ സംരംഭകർ രാജ്യത്തിന്റെ പുരോഗതിക്ക് നൽകുന്ന സംഭാവന വളരെ വലുതാണ്. അവരിവിടെ ഉണ്ടാക്കുന്ന എംപ്ലോയ്മെന്റ് ജനറേഷൻ വളരെ വലുതാണ്. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ അവരുടെ പങ്ക് വളരെ വലുതാണ്. അതൊന്നും അക്നോളജ് ചെയ്യാതെ പോകാൻ ഞാൻ അവസരവാദികളായ കോൺഗ്രസും അല്ല, ഈ തെറ്റായ സാമ്പത്തിക നയത്തിന്റെ പ്രയോക്താക്കളായിട്ടുള്ള CPM-കാരനുമല്ല. ഞാൻ BJP-കാരനാണ്. പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ പ്രായോഗികമായി രാജ്യം വികസിക്കണമെന്ന് ആഗ്രഹിക്കുന്ന രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ സ്വകാര്യ ഇൻവെസ്റ്റ്മെന്റിനെതിരല്ല, സ്വകാര്യ മേഖലയ്ക്ക് ഞങ്ങൾ എതിരല്ല. അതുകൊണ്ട് അതിന്റെയൊക്കെ പാപഭാരം അവരുടെ തലയിൽ കെട്ടിവെച്ചാൽ മതി. ഞാൻ മുഴുവൻ പറയട്ടെ. ഇവിടെ വേറെ ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒരു സെക്കൻഡ്, അവർ പറഞ്ഞതിന് മറുപടി പറയണ്ടേ? ശരി പറഞ്ഞു പോയാൽ എങ്ങനെയാ? സജീഷ് പറഞ്ഞു. ഒരു കാര്യം കൂടി പറയാം. അദ്ദേഹം തൊഴിലില്ലായ്മയെ കുറിച്ച് പറഞ്ഞു. തൊഴിലില്ലായ്മ ഏറ്റവും കൂടുതലാണ് രാജ്യത്ത്. 6 വർഷത്തിനുള്ളിൽ ഏറ്റവും കുറഞ്ഞ തൊഴിലില്ലായ്മ നിരക്കാണ് ഇപ്പോൾ ഉള്ളത്.
കേരളത്തിന്റെ സ്ഥാനം എന്താ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മയുള്ള കേരളത്തിൽ, ഈ ഇടതുപക്ഷം ഭരിക്കുന്ന കേരളത്തിൽ ഇരുന്നുകൊണ്ടാണ് രാജ്യത്തെ തൊഴിലില്ലായ്മയെ കുറിച്ച് അദ്ദേഹം വാചാലാകുന്നത്. രാജ്യത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് കുറഞ്ഞു വരികയാണ്. 6 വർഷത്തെ ഏറ്റവും കുറഞ്ഞ റേറ്റ് ആണ് ഇപ്പൊ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് ഉള്ള, ജനങ്ങൾക്ക് തൊഴിൽ കിട്ടാത്ത, തൊഴിലിന് വേണ്ടി അന്യ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യേണ്ട കേരളത്തിൽ ഇരുന്നുകൊണ്ട് ഒരു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി തൊഴിലില്ലായ്മയെ കുറിച്ച് പറയുന്നതൊക്കെ വാസ്തവത്തിൽ കണ്ണടച്ചിട്ടാക്കലാണ്. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, കോൺഗ്രസ് പറഞ്ഞ കാര്യങ്ങൾ അതിദീർഘമായിരുന്നു. ശ്രീ സന്ദീപ്, ഞാൻ വരാം. രാജു പി നായർ പറഞ്ഞ മറുപടി വേണ്ടേ? 1999 മുതൽ 2004 വരെയുള്ള സർക്കാർ, അതും ഈ സമാനമായ ഇല്ല ശ്രീ സന്ദീപ് അല്ല, ദീർഘമായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം. ശ്രീ എസ് കെ സജീഷ്, ഇപ്പോൾ വാജ്പേയിയുടെ അധികാര കാലത്തിന് ശേഷം അന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് സഖ്യ സർക്കാരായത്. ശ്രീ സന്ദീപ് വാര്യർ ഒന്ന് വഴങ്ങണം, ഞാൻ അങ്ങിലേക്ക് തിരികെ വരാം. എല്ലാവരും ഇപ്പോ ഒരു കാര്യം നമുക്ക് ഏറെ സമയമെടുത്ത് വിശദീകരിക്കാം. അങ്ങ് അതാണ് ചെയ്തത്, അതുകൊണ്ടാണ് എല്ലാവർക്കും സമയം കൊടുക്കണ്ടേ? ഇവര് രണ്ടുപേരും ഒരു മുന്നണിയുടെ ഭാഗമല്ലേ? നിങ്ങൾ ഒരു മുന്നണിയുടെ രണ്ട് കക്ഷികളെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിയോജിക്കാനുള്ള ധാരാളം ഇടങ്ങളുണ്ട്, അതവർ പറയുന്നുമുണ്ട്. 3 അതിഥികളുണ്ടെങ്കിൽ അറിയാവുന്നതാണ്. അങ്ങ് ആദ്യമായിട്ടല്ല സമാജ്വാദി പാർട്ടി എല്ലാരും വിളിക്കുന്നേ. ശ്രീ സന്ദീപ് വാര്യർ, അങ്ങനെ വിളിക്കാൻ കഴിയുന്ന സാഹചര്യങ്ങളിൽ മറുപടി പറയാൻ സമ്മതിക്കേ? മറുപടി ഒന്നുകിൽ അത് ചുരുക്കത്തിൽ പറയണമായിരുന്നു, അല്ലെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. ഞാൻ വരാം, അങ്ങൊന്ന് ക്ഷമിക്കണം. 1 മിനിറ്റ്. രാജു പി നായർ പറഞ്ഞ മറുപടി പറഞ്ഞിട്ട് പോയിക്കോ. ഇതെന്തൊരു കഷ്ടമാണ്. അത്ര ദീർഘം രണ്ടുപേരും പറഞ്ഞ അതേസമയം കാൽക്കുലേറ്റ് ചെയ്ത് തരാനൊന്നും കഴിയില്ല. ശ്രീ സന്ദീപ് വാര്യർ, അങ്ങേക്ക് അറിയാവുന്നതാണ്. അങ്ങനെ ബഹളം വെക്കല്ലേ? ഞാൻ അങ്ങേക്ക് വരാമെന്ന് പറഞ്ഞല്ലോ. ഒരു ചോദ്യം പൂർത്തീകരിക്കാനെങ്കിലും സമ്മതിക്കൂ. ശരി. ശ്രീ എസ് കെ സജീഷ്, വാജ്പേയിയുടെ ഭരണകാലത്ത് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സഖ്യകക്ഷി സർക്കാരിന്റെ സമ്മർദ്ദം എനിക്കുണ്ട്, ഞങ്ങളുടെ അജണ്ടയിലുള്ള പല കാര്യങ്ങൾ നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന്. പക്ഷെ 303ന്റെ അപ്രമാദിത്വത്തിൽ നിൽക്കുമ്പോൾ BJP സർക്കാരിന് അവർ പറയുന്നതെല്ലാം നടപ്പിലാക്കാൻ കഴിയുന്നുണ്ട് എന്നത് കാണുന്നുണ്ട്. അത് കശ്മീർ ആകട്ടെ, അത് അയോധ്യ ആകട്ടെ, അങ്ങനെ പലതും പൂർത്തിയാക്കാൻ അവർക്ക് കഴിയുന്നുണ്ട്. ചെങ്കോട്ടയിൽ വെച്ച് നരേന്ദ്രമോദി എന്താണ് പറഞ്ഞത്? എനിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം തരൂ എന്ന് പറയുമ്പോൾ മുന്നോട്ടുള്ള അജണ്ടകളുടെ പ്രഖ്യാപനം കൂടിയാണ് അത്. ഒരു കാര്യം, ഞാൻ 1-2 കാര്യങ്ങൾ ആദ്യം പരാമർശിച്ചു പോയതിൽ നിന്ന് താങ്കളുടെ ചോദ്യത്തിലേക്ക് എത്തുന്നതായിരിക്കും നന്നാവുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഇവിടെ രാജ്യത്ത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഡാറ്റകളെയാണ് BJP ഭയക്കുന്നത്. ഡാറ്റകളെ ഭയക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള 1-2 കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചു പോകണമെന്ന് ഞാൻ കരുതുകയാണ്. ഇവിടെ എന്തോ വലിയ മാറ്റം ഉണ്ടായി എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് സംസാരിക്കുന്നു, മറ്റ് കാര്യങ്ങൾ, വികസനം, ജനങ്ങളുടെ ജീവിതം, ഇതൊക്കെ പറയുകയാണ്. ഇവിടെ IIPSൻ്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോപ്പുലേഷൻ സയൻസിൻ്റെ ഏറ്റവും ഒടുവിലത്തെ അവരുടെ ദേശീയ കുടുംബാരോഗ്യ സർവേ, ആ സർവേ പുറത്തു വന്നപ്പോൾ ഈ മോദിയും കൂട്ടരും പറയുന്ന എല്ലാ കണക്കുകളും തെറ്റാണെന്ന് വന്നു. അതിൽ ഇവിടെ ശൗചാലയത്തിൻ്റെ കാര്യത്തിൽ 100% എന്ന് പറയുന്ന കണക്ക് തെറ്റാണ്. വലിയ തോതിൽ ഏതാണ്ട് 30%-ലധികം ഇപ്പോഴുമില്ല. അതുപോലെ തന്നെ ഉജ്ജ്വൽ യോജന 100% എന്ന് പറയുന്നു. 40% വീടുകളിൽ ഗ്യാസ് കണക്ഷൻ എത്തിയിട്ടില്ല. ഗ്രാമീണ മേഖലയിലാണെങ്കിൽ അത് 57%. ഇതൊരു വശത്ത്. അതുപോലെ തന്നെയാണ് നമുക്കറിയാം, നമ്മുടെ സ്റ്റാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സർവേ പ്രകാരം രാജ്യം ഏറ്റവും വലിയ തൊഴിലില്ലായ്മയാണ് നേരിടുന്നതെന്ന് റിപ്പോർട്ട് വന്നു. ഈ 2 റിപ്പോർട്ടുകളും വന്നപ്പോൾ ഇവരെന്താണ് ചെയ്തത്? ഈ 2 റിപ്പോർട്ടിൽ ഇപ്പോൾ ദേശീയ കുടുംബാരോഗ്യ സർവേ നടത്തിയ ഈ IIPSൻ്റെ ഡയറക്ടറായിരുന്ന പ്രൊഫസർ KS ജെയിംസ്, അദ്ദേഹം മലയാളി കൂടിയാണ്. അദ്ദേഹത്തെ പിരിച്ചുവിട്ടു, അനുകൂലമായി റിപ്പോർട്ട് തരാൻ വേണ്ടി ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ ആ സ്ഥാനത്തു നിന്ന് ഒഴിവാക്കി. അതുപോലെ തന്നെ മലയാളിയായിരുന്ന PC മോഹനെ സ്റ്റാറ്റിക്കൽ ഈ സർവേയുടെ ഭാഗത്തു നിന്ന് ഒഴിവാക്കിയത് നമ്മൾ കണ്ടതാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് നമുക്കറിയാം ഇപ്പോൾ 2021 നടക്കേണ്ട സർവേ നടന്നില്ല. 2021 നടക്കേണ്ട സെൻസസ് നടന്നില്ല. സെൻസസ് നടന്നില്ല എന്ന് മാത്രമല്ല, സെൻസസിൻ്റെ ഭാഗമായ മുന്നൊരുക്കം പോലും നടത്തിയില്ല. എന്തുകൊണ്ടാണ് നടത്താതിരുന്നത്? സെൻസസ് വരുമ്പോൾ, ഇങ്ങനെ ചില സർവേ വരുമ്പോൾ വരുന്ന കണക്കിനേക്കാൾ ഞെട്ടിക്കുന്നതായ ഇന്ത്യയുടെ സാഹചര്യം പുറത്താക്കപ്പെടുമെന്നുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാ ഡാറ്റകളെയും മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ഡാറ്റ കളക്ട് ചെയ്ത് അവരെ ഭീഷണിപ്പെടുത്താനുള്ള പെഗാസിസും കൊണ്ട് നടക്കുകയാണ് മോദിയും കൂട്ടരും BJPയും. ഈ രാജ്യത്തിനറിയാം, ഈ രാജ്യം പട്ടിണിയില്ലാത്ത രാജ്യമാണെന്നാണോ പറഞ്ഞു വരുന്നത്? രാജ്യത്തിൻ്റെ അതിദാരിദ്ര്യം എത്ര ശതമാനമാണ്? ഏതാണ്ട് 40%-ലധികം വരില്ലേ? 100 പേര് ഈ രാജ്യത്ത് ഒരുമിച്ചിരുന്നാൽ 40 പേർക്ക് വീടില്ല, മറ്റടിസ്ഥാന സൗകര്യങ്ങളില്ല, 3 നേരം ഭക്ഷണം കഴിക്കാൻ പോലും, 1 നേരം പോലും ഭക്ഷണം കഴിക്കാൻ ശേഷിയില്ല.
ഇവിടെ കേരളത്തെക്കുറിച്ചൊന്ന് പറയും. കേരളമാണ് മോശം എന്നാണ് അദ്ദേഹം പറയുന്നത്. തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കേരളമാണ് ഒന്നാം സ്ഥാനത്ത് എന്നൊക്കെ സന്ദീപ് വാര്യരങ്ങ് പറയുകയാണ്. പ്രിയപ്പെട്ട സുഹൃത്തെ, PSC വഴിയുള്ള നിയമനം, ആ നിയമനത്തിൽ കഴിഞ്ഞ 6 മാസത്തെ കണക്കെടുക്കുമ്പോൾ രാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കൂടി നടത്തിയ PSC നിയമനം 19,000 ആണ്. കേരളത്തിൽ നടത്തിയ PSC നിയമനം 15,700 ആണ് 6 മാസം കൊണ്ട്. അതായത് ഇന്ത്യയിൽ ഞാൻ പറയട്ടെ ഈ കണക്ക് പറയുമ്പോൾ ഇടപെട്ടാനുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആകെ തെറ്റിപ്പോവുകയും നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ പറയാൻ കഴിയാതെ വരികയും ചെയ്യും. അതുകൊണ്ട് താങ്കൾ ഇടപെട്ടോളൂ. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഇടപെടുമ്പോൾ പ്രേക്ഷകർ കൂടി പറയുന്നത് മനസ്സിലാവില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ട് കൂടിയുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ PSC വഴി തൊഴിൽ നൽകുകയും ഇന്ന് ഈ രാജ്യത്ത് ഏറ്റവും ഒടുവിൽ വന്ന കണക്കുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലമായി യുവാക്കൾ ഇന്ത്യയിൽ തിരഞ്ഞെടുക്കുന്നത് കേരളത്തെയാണ്. ഇന്ത്യൻ സമൂഹം തിരഞ്ഞെടുക്കുന്നത് കേരളത്തെയാണ്. ആ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല, സമയപരിമിതി മൂലമാണ്. നിങ്ങളുടെ പ്രശ്നം എന്താണ്? നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന RSS അജണ്ട, ആ അജണ്ട ഇന്ത്യ എന്ന് പറയുന്ന പൊതുസങ്കല്പത്തിന് വിപരീതമാണ്. അതാണ് നിങ്ങൾക്ക് ഇവിടെ നടപ്പിലാക്കേണ്ടത്. അതിന് നിങ്ങളുടെ ഏകാധിപത്യം ആവശ്യമാണ്. അതാണ് മറ്റു പാർട്ടികളെ നിങ്ങൾ എതിർക്കുന്നത്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ, സമാന അഭിപ്രായമില്ലാത്ത ആളുകൾ യോജിക്കുന്നു എന്ന്. നിങ്ങളുമായി ഏറ്റവും അഭിപ്രായം ഉണ്ടായിരുന്ന പാർട്ടിയല്ലേ ശിവസേന? എന്തേ ശിവസേന തെറ്റിപ്പോയി? ശിവസേന, നിങ്ങൾ പള്ളി ആദ്യം പൊളിക്കേണ്ടത് BJP ആണോ ശിവസേനയാണോ എന്ന് ചോദിക്കുന്ന പാർട്ടികളാണല്ലോ. ആ പാർട്ടി എന്തുകൊണ്ട് തെറ്റിപ്പോയി? അതായത് നിങ്ങളുടെ രീതി നിങ്ങളല്ലാത്ത എല്ലാത്തിനെയും ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് അനുകൂലമല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത, ജനാധിപത്യം, ഭരണഘടന എല്ലാത്തിനെയും ഇല്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ കാണണം. അതൊക്കെ താങ്കൾ പറഞ്ഞോളൂ. എങ്ങനെയാണ്? എന്റെ സന്ദീപ് വാര്യരെ, താങ്കൾക്ക് സമയമുണ്ടല്ലോ, അപ്പൊ പറയാം എങ്ങനെയാണ് പാർട്ണർ എന്നുള്ളത് നമുക്കറിയാമല്ലോ. മഹാരാഷ്ട്രയിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാമല്ലോ. നിങ്ങൾ ഈ കാശ് കൊടുത്ത് MLA-മാരെ വാങ്ങി കൂടെ നിർത്തി ഇല്ല. താങ്കൾ അങ്ങനെ തർക്കിച്ചു പോകാനാണെങ്കിൽ ശബ്ദത്തിനോ ഇടപെടലിനോ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല ധാരണയുണ്ട്. കേൾക്കുന്ന ആളുകൾ ഒരു ഫാക്ച്വൽ എററും ഇല്ല. മഹാരാഷ്ട്രയിൽ പിന്നെ ശിവസേനയെ പുലർത്തിയിട്ടല്ലേ നിങ്ങൾ അധികാരത്തിൽ വന്നത്? ശിവസേനയുടെ നേതാവാരാ? ശിവസേനയുടെ നേതാക്കന്മാരായിരുന്നു? അവരുടെ ഇപ്പോഴത്തെ അഭിപ്രായം എന്ത്? നിങ്ങൾക്ക് ശിവസേന എന്ന് പറയുന്ന ഒരു കഷ്ണം നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ ശിവസേന എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താവല്ല ഞാൻ. അവർ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തോട് എനിക്കൊരു തരി യോജിപ്പില്ലാത്തതുകൊണ്ട് അവർക്ക് വേണ്ടി എനിക്ക് ശബ്ദിക്കാൻ വേണ്ടി കഴിയില്ല. എങ്കിലും ആ ശിവസേന എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കുറെ ഉച്ഛിഷ്ടങ്ങൾ നിങ്ങൾ കാശ് കൊടുത്ത് ഓപ്പറേഷൻ കമലയിലൂടെ വാങ്ങി, കുതിരക്കച്ചവടത്തിലൂടെ വാങ്ങി അധികാരത്തിലിരിക്കുന്നു. ഇതെല്ലാം നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ വെറുതെ താങ്കളോട് ആ വിഷയത്തിൽ തർക്കിച്ച് സമയം പോക്കാൻ ആഗ്രഹിക്കുന്നില്ല. താങ്കൾ ആഗ്രഹിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. കാരണം എന്താണ്? ഇത് ഇങ്ങനെയൊക്കെ അങ്ങ് സമയം പോകണമെന്ന്. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ താങ്കൾ നേരത്തെ അദാനിയെക്കുറിച്ച് പറഞ്ഞാണല്ലോ ഈ ചർച്ച തുടങ്ങിയത്. പണ്ട് ടാറ്റ, ബിർള, അംബാനി എന്നൊക്കെ ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ട് എന്ന്. ഇവിടെ ഇൻവെസ്റ്റ്മെന്റിനെ ആരും എതിർത്തിട്ടില്ല സുഹൃത്തെ. ഇവിടെ പുതിയ വ്യവസായങ്ങൾ വരണമെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് അഭിപ്രായ വ്യത്യാസം? 1957 EMS ഗവൺമെന്റ് മാവൂരിൽ ഇതേ ബിർളയെ കൊണ്ട് മാവൂർ റയൻസ് തുടങ്ങിച്ചത് നമുക്ക് ഓർമ്മയുണ്ട്. ഈ രാജ്യത്തിന്റെ സാഹചര്യത്തിനനുസരിച്ച് പൊതുമേഖലയും സ്വകാര്യ മേഖലയും എല്ലാം വേണം. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് കൊണ്ടുവരുന്നതെന്നാണോ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് അല്ല കൊണ്ടുവരുന്നത്. നിങ്ങൾ ഈ രാജ്യത്തിന്റെ വിമാനത്താവളങ്ങൾ, ഇന്ത്യൻ റെയിൽവേ, സീപോർട്ടുകൾ, ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിൽക്കുകയാണ്. ഏറ്റവും ലളിതമായിട്ട് സന്ദീപ് വാര്യരോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഇപ്പോൾ BSNL സ്വകാര്യവൽക്കരണത്തിന്റെ പാതയിൽ പൂർണ്ണമായി നിൽക്കുകയാണല്ലോ. ഇപ്പോൾ BSNLന്റെ കണക്ഷൻ പോലും നമുക്കാർക്കും വർക്ക് ചെയ്യില്ല. വിൽക്കാൻ വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാധനം അങ്ങനെയാണല്ലോ. അറവ് മാടുവനെ പോലെ വെച്ചിരിക്കുകയാണല്ലോ ഇന്ത്യൻ റെയിൽവേ, BSNL ഒക്കെ. ഇപ്പോൾ BSNL, ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യയിലെ മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, എയർപോർട്ടുകൾ, ഇതിലൊക്കെ ഇപ്പം നടക്കുന്ന നിയമനം എങ്ങനെയാണ്? നിയമനം നടക്കുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ നടത്തി ആ പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് നിയമനം നടക്കുന്നത്. നിങ്ങൾ അദാനിക്ക് വിറ്റ ഈ പറഞ്ഞ റെയിൽവേ, പോർട്ടുകൾ, മറ്റ് സംവിധാനങ്ങൾ, ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, ആരാണ് ഇനി അവിടെ എങ്ങനെയാണ് നിയമനം നടക്കുക? ഒറ്റ മിനിറ്റ്, ഞാൻ പൂർത്തീകരിച്ചോട്ടെ. വെറുതെ എന്തിനാണ് ഒരു വാചകം ഇല്ലാതാക്കി കളയുന്നത്? അതായത് ആരാണ് നിയമനം നടത്തുക പറയേണ്ടതില്ലേ? ഇവിടെ നിങ്ങൾ ജിയോയുടെ ഒരു ഔട്ട്ലെറ്റിൽ മാനേജറെ നിയമിക്കുന്ന ആരാ? കേന്ദ്ര സർക്കാരാണോ? അല്ലെങ്കിൽ പൊതുമേഖലാ സംവിധാനമാണോ? അല്ലല്ലോ. ആ മാനേജർക്ക് ഇഷ്ടമുള്ള ആളെ ജോലിക്കാരായിട്ട് വെക്കും. ഇതല്ലേ നമ്മൾ കാണുന്നത്. ഇതുപോലെ ഇന്ത്യയിലെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വിറ്റ് തുലച്ച് ഈ രാജ്യത്തെ ചെറുപ്പക്കാർക്ക് ഇനി ഒരു തൊഴിൽ സാധ്യത പോലും ഇല്ലാതാക്കി 45 വർഷക്കാലത്തെ ഏറ്റവും വലിയ തൊഴിലില്ലായ്മ ഇന്ത്യ നേരിടുന്നു എന്ന റിപ്പോർട്ട് സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേയുടെ ഭാഗമായി വന്നപ്പോൾ
അവരെ പിരിച്ചുവിട്ട് ആ സംവിധാനം തന്നെ ഇല്ലാതാക്കി. പിന്നെ ഒറ്റ കാര്യം കൂടി, അഴിമതിയുടെ കാര്യം പറയുമ്പോൾ CAG റിപ്പോർട്ട് കൊടുക്കാനുള്ള അവകാശം പോലും ഇല്ലാതെ നോക്കൂത്തിയായി നിർത്തിയിരിക്കുകയാണ്. ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയുടെ കാലമെന്ന് പറയുന്നത് എല്ലാ ശബ്ദങ്ങളെയും കൊട്ടിയടച്ച് മാധ്യമങ്ങളെ വിലയ്ക്ക് വാങ്ങി പണം കൊണ്ട് എന്തും ചെയ്യാമെന്ന ധാരണയിലെത്തി ഏകാധിപത്യത്തിലൂടെ ഭരിക്കുന്ന ഈ മോദിയുടെ കാലമാണ് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതി കാലം. ശരി ശ്രീ രാജു പിന്നാർ, 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇന്ത്യ മുന്നണിക്ക് എന്തു ചെയ്യേണ്ടു എന്നറിയാത്ത ഒരു പ്രശ്നമുണ്ടായിരുന്നു. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് അഖിലേഷും കോൺഗ്രസും തമ്മിൽ തെറ്റുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. UP-യിൽ വരുമ്പോൾ കാണാമെന്ന വെല്ലുവിളി അടക്കം നമ്മൾ കണ്ടു. അവിടെ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്ന കാലത്തേക്ക് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇന്ത്യ മുന്നണിയിലുള്ളൂ എന്ന് ഇപ്പോഴും ഉറച്ചു പറയാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നു. നിതീഷുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ മുന്നോട്ട് വന്നിരുന്നു. പക്ഷെ അവസാനത്തെ പ്രമേയവും ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തും എന്നത് പ്രതിപക്ഷ ചേരിക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ്. എന്നിരുന്നാലും നിങ്ങൾ എങ്ങനെ കൂട്ടിച്ചേർന്നാലും ഈ 303 എന്നത് 350 BJP സ്വപ്നം കാണുന്നത് എങ്കിൽ നിങ്ങൾ എങ്ങനെ കൂട്ടിച്ചേർത്താലും അവിടേക്ക് എത്തുമോ? അല്ല, ഞാൻ കാണാനായിട്ട് എല്ലാവർക്കും അവകാശമുണ്ടല്ലോ. ഒരു സ്വപ്നം കണ്ടോട്ടെ, എന്താ കുഴപ്പം? ഞാൻ പറയട്ടെ മാധു, ഇത് ഒരു കണ്ടംപററി പൊളിറ്റിക്സ് ഓഫ് ഇന്ത്യ നോക്കുക. ഒരു പാർട്ടി അധികാരത്തിൽ വന്നാൽ ആ പാർട്ടിക്ക് ഒരു 10 വർഷം ഭരണം കൊടുക്കുക എന്നുള്ളത് കഴിഞ്ഞ 2 പതിറ്റാണ്ടിൻ്റെ ഇന്ത്യയുടെ രാഷ്ട്രീയം നോക്കിയാൽ കാണാം. അങ്ങനെ 2004 UPA ഗവൺമെൻറ് വന്നു. ആ UPA ഗവൺമെൻറ് ഒരു ന്യൂനപക്ഷ സർക്കാരായിരുന്നു. 2009 എത്തിയപ്പോഴത്തേക്ക് അതിനെ വർദ്ധിത വീരത്വം 205 സീറ്റ് കൊടുത്ത് കോൺഗ്രസിന് ഒരു കുറച്ചുകൂടി ഭൂരിപക്ഷം കൊടുത്തുകൊണ്ട് NDA തിരിച്ചു വരും എന്ന് പ്രതീക്ഷിച്ചെടുത്ത് അധികാരത്തിലേക്ക് കൊണ്ടുവന്ന ഒരു രാജ്യമാണ്. അതിനുശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നു. സംശയമൊന്നുമില്ല, അന്നത്തെ നിൽക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റാൻഡേർഡ്സിനോട് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലിനോട് കോൺഗ്രസ് പൊരുത്തപ്പെട്ടിരുന്നില്ല. ആ സമയം കൊണ്ട് ഒരു വ്യാജ വാർത്ത, ഒരു നുണയിൽ കെട്ടിപ്പൊക്കിയ വലിയ ഒരു പ്രചണ്ഡമായ പ്രചരണം ഉണ്ടാക്കി വർഗീയത പടർത്തി എന്നുള്ളതൊക്കെ വലിയ ഒരു മാറ്റം അതിനകത്തുണ്ട്. പക്ഷെ അത് വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി. പക്ഷേ ഈ 10 വർഷം കഴിയുമ്പോൾ സാധാരണ ഒരു വോട്ടർ ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട്. അവന് ഈ ഭരണം എന്തു മാറ്റമുണ്ടാക്കി എന്ന് വെച്ചാൽ ഒരു മാറ്റവും അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മാത്രമല്ല, അത് വലിയ രീതിയിൽ വീണ്ടും അവനെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുന്ന നയങ്ങളായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ രാജ്യത്തെ അന്നത്തെ ഒരു 10 വർഷത്തെ ഏറ്റവും വലിയ ഒരു കോൺട്രിബ്യൂഷനായിരുന്നു തൊഴിലുറപ്പ് പദ്ധതി. ആ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ഒരു വലിയ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. അതിലൂടെ നമ്മുടെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുകയും അത് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ആ 10 വർഷം കൊണ്ട് ഒരു ആസ്പിറേഷണൽ ആയിട്ടുള്ള ഒരു പോപ്പുലേഷന്റെ മുന്നിലേക്കാണ് നരേന്ദ്രമോദി വന്നത്. അങ്ങനെ ആസ്പിറേഷനിലേക്ക് വന്ന പോപ്പുലേഷൻ ഇവരെന്തു ചെയ്തു? അവര് സബ്സിഡി, ഗ്യാസിന്റെ സബ്സിഡി ഉൾപ്പെടെ എടുത്തു കളഞ്ഞു. 400 രൂപ പാചകവാതക വില ഉണ്ടായിരുന്നു, 1100 എത്തിച്ചു. അത് പിന്നീട് അല്പം കുറച്ചിട്ടുണ്ട്. ഡീസലും പെട്രോളിന്റെയും വില 100 എത്തിച്ചു. ഈ രാജ്യത്ത് വലിയ രീതിയിലുള്ള പണപ്പെരുപ്പവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വന്നു. അവന് സാധാരണ മനുഷ്യന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മുന്നോട്ട് പോകുമ്പോൾ UPA ഗവൺമെന്റിന്റെ നയങ്ങളുടെ ഭാഗമായിട്ട് ഏറ്റവും ശക്തമായിട്ട് പോയിരുന്ന ഒരു സമ്പദ് വ്യവസ്ഥയെ 2016 നോട്ട് നിരോധനത്തിലൂടെ തകർത്ത് തരിപ്പണമാക്കി. സാധാരണ മനുഷ്യൻ അവൻ്റെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യത്തക്ക രീതിയിൽ ചെറിയ പണികളും ഒക്കെ ചെയ്തിരുന്ന കർഷകരെയും തരിപ്പണമാക്കി. പിന്നെ GST കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സന്ദീപ് ഇറങ്ങിയിട്ട് ഒരു GST അസസ് ണ്ടിരിക്കുന്നത് ഇവിടെ അല്ല. അങ്ങേക്ക് തുടരാൻ കഴിയുന്നുണ്ടോ മധു? ഹലോ കേൾക്കുന്നുണ്ടോ മധു? എനിക്ക് കേൾക്കാം, പക്ഷേ ആശയവിനിമയം ഇടയ്ക്കിടയ്ക്ക് തടസ്സപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങേക്ക് തുടരാമെന്ന് തോന്നുന്നു. തുടരാം. ശരി. അപ്പോൾ അങ്ങനെ സമ്പദ് വ്യവസ്ഥയെ തകർത്തൊരു ഗവൺമെന്റാണ്. പിന്നെ അദാനിയുടെ കാര്യമാണ്. 602 സ്ഥാനത്ത് കിടന്ന അദാനി നരേന്ദ്രമോദിയുടെ കാലത്ത് എവിടെ എത്തി? ഇന്ത്യ ഒരിക്കലും കാണാൻ കഴിയാത്ത, അത് ക്രോണി ക്യാപിറ്റലിസം എന്ന് പോലും പറയാൻ കഴിയില്ല. അദാനിയുടെ മാനേജറെ പോലെ SBI കൂട്ടിയിരുത്തി ചീഫ് മാനേജറെ ഇരുത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി ലോണിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന പ്രധാനമന്ത്രിയെ കണ്ട കാലമാണ്. ഇതൊക്കെ മറന്നുപോയോ? അങ്ങനെ നമ്മൾ ആരും ഒരു എന്താ പറയുക, ഈ പറയുന്ന കോർപ്പറേറ്റുകൾക്കെതിരല്ല നമ്മൾ എതിർക്കുന്നത്. എന്തിനാ? മോണോപ്പൊളൈസേഷനെയാണ്, കുത്തകവൽക്കരണത്തിനെയാണ് എതിർക്കുന്നത്.
ആ കുത്തകവൽക്കരണം സാധ്യമാക്കിയ ഒരു ഗവൺമെന്റാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്. അതുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ മുഴുവൻ 3-4 പേരിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ രാജ്യത്ത് 2-ൽ കൂടുതൽ എയർപോർട്ട് കൊടുക്കാൻ പാടില്ല എന്നുള്ള വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അനിക്ക് മുഴുവൻ എയർപോർട്ട് കൊടുത്തു, മറ്റുള്ളവർ പോർട്ടുകൾ കൊടുത്തു. അങ്ങനെ മുഴുവൻ സർക്കാർ മിഷനറിയെ ഞാൻ ഇടപെടുകയാണ്. സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ച് ഞാൻ ഇടപെടുകയാണ്. അങ്ങേക്ക് അതിനോട് അധിക സമയം ഞാൻ അടുത്ത തവണ തരികയും ചെയ്യും. ശ്രീ രാജു പി നായർ, സാങ്കേതിക പ്രശ്നമുണ്ട്, ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ശ്രീ സന്ദീപ് വാര്യർ, ശ്രീ എസ് കെ സജീഷ് നേരത്തെ പറയുന്നത് അങ്ങ് കേട്ടിട്ടുണ്ടാകും. ശൗചാലയങ്ങളുടെ കണക്ക്, ഗ്യാസ് കണക്ഷനുകളുടെ കണക്ക്, തൊഴിലില്ലായ്മയുടെ കണക്ക്, അങ്ങനെ പലതും. ഇൻഫ്ലേഷനുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തിയ അൺഎംപ്ലോയ്മെന്റ് കാര്യത്തിൽ പ്രതിപക്ഷം ഉയർത്തിയ കാര്യങ്ങളെ പ്രധാനമന്ത്രി അങ്ങനെ തന്നെ തള്ളിപ്പറയാൻ ശ്രമിക്കുന്നുണ്ട് ഇന്ത്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ. അങ്ങനെ ഈ കണക്കുകളെല്ലാം പെരുപ്പിച്ചു കാണിച്ചതാണ്. യഥാർത്ഥ കണക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഏജൻസി പുറത്തുവിടുന്നുണ്ടെങ്കിൽ അവിടെ ശിക്ഷാ നടപടിയും പ്രതികാര നടപടിയും ഉണ്ടാകുന്നു, പുറത്താക്കലുകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഇങ്ങനെ കെട്ടിപ്പടച്ചു വെച്ച കള്ളങ്ങളുടെ ഒരു കൂടാരമാണോ വികസനം എന്നതുകൊണ്ട് BJP പറഞ്ഞു പ്രചരിപ്പിക്കാൻ നോക്കുന്നത്? മാധു, ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകൾ അല്ലെങ്കിൽ ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ വാസ്തവ വിരുദ്ധമാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രതികരണം ജനങ്ങളെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് നൽകില്ലേ? സ്വാഭാവികമായിട്ട് ഇതൊന്നും കിട്ടാത്ത ആളുകൾ ഞങ്ങളെ പരാജയപ്പെടുത്തേണ്ടതല്ലേ? മറിച്ച് ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തതിന്റെ നേർസാക്ഷ്യം നിങ്ങൾ കേരളത്തിൽ നിന്നുള്ള മാധ്യമങ്ങൾ തന്നെ ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും അല്ലെങ്കിൽ മധ്യപ്രദേശിലും ഒക്കെ വിവിധ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടായപ്പോൾ പോയപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണല്ലോ. ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലൊന്നും ഇത് പുറത്തു പറയാറില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്ന ദിവസം വൈകിട്ട് പലപ്പോഴും ഈ കേരളത്തിൽ നിന്ന് ഡൽഹിയിലും മറ്റും പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലൊക്കെ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മറ്റ് തെരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ അപ്പോൾ പരസ്യമായിട്ട് പറയാറുണ്ട്, ശരിയാണ്, ഞങ്ങൾ പോയ സമയത്ത് അവിടെ ഓരോ വീട്ടിലും പോയ സമയത്ത് അവിടെ നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം കിട്ടിയിട്ടുള്ള വന്നിട്ടുള്ള മാറ്റങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾ പറഞ്ഞു. അതാണ് BJPക്ക് വോട്ടായി മാറിയതെന്ന് കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള എത്രയോ മാധ്യമ പ്രവർത്തകർ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം ഇങ്ങനെ എന്താ പറയാ നമ്മള് കുറ്റസമ്മതം നടത്തുന്നത് പോലെ പറയാറുണ്ട്. അത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ ഒരിക്കലും നേരത്തെ പറയാറില്ല എന്നുള്ള വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ഈ സജീഷ് പറയുന്ന കാര്യങ്ങളോടൊക്കെ ആ അർത്ഥത്തിൽ പ്രതികരിക്കാൻ ഞാനില്ല. BJP ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷക്കാലത്തിനുള്ളിൽ ചെയ്ത പ്രവർത്തനങ്ങളുടെ സമ്പൂർണ്ണമായിട്ടുള്ള ഡേറ്റ ഡാഷ്ബോർഡ് സഹിതം ലഭ്യമാണ്. കേരളത്തിൽ എത്ര വീടുകളിൽ ഉജ്ജ്വല യോജനയ്ക്ക് ഗ്യാസ് കണക്ഷൻ കിട്ടി, കേരളത്തിൽ എത്ര വീടുകളിൽ ടോയ്ലറ്റ് കിട്ടി എന്നെല്ലാം വ്യക്തമാണ്. ഇനി വേണ്ട, നിങ്ങൾ ഇതൊന്നും വിശ്വസിക്കേണ്ട, ഈ ഡേറ്റയൊന്നും വിശ്വസിക്കേണ്ട. നിങ്ങൾ ഇരിക്കുന്ന സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തോട്ടിറങ്ങിയെന്ന് നോക്കിയാൽ മതി. NH-66ന്റെ വികസനം, കൊല്ലം 40 വർഷമായി മുടങ്ങിക്കിടക്കുന്ന കൊല്ലം ബൈപ്പാസ്, 10-40 വർഷമായി മുടങ്ങിക്കിടന്ന ആലപ്പുഴ ബൈപ്പാസ്, ഇപ്പൊ തലശ്ശേരി മാഹി ബൈപ്പാസ്, ഇങ്ങനെ നമ്മുടെ സംസ്ഥാനത്ത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വന്നിട്ടുള്ള വലിയ കുതിപ്പ് നരേന്ദ്രമോദി സർക്കാർ 1-2 രൂപയല്ലോ കൊടുത്തത്. ഇവിടുന്ന് 5 കേന്ദ്രമന്ത്രിമാരുണ്ടാവുന്ന കാലത്ത് 5ന്റെ നയാ പൈസ കിട്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. അന്ന് തുടർച്ചയായിട്ട് കേന്ദ്രവിരുദ്ധ സമരം നടക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ ഇവർക്ക് കേന്ദ്ര സർക്കാരിനോട് എതിർപ്പുണ്ടെങ്കിൽ ഈ CPM-ഉം കോൺഗ്രസും എന്താ ഇവിടെ ഈ രാജ്യത്ത് എവിടെയും കേന്ദ്രവിരുദ്ധ സമരം നടത്താത്തത്? ഇവരെന്താ വിലക്കയറ്റത്തിനെതിരെ സമരം നടത്താത്തത്? കാരണം ഇപ്പൊ വിലക്കയറ്റം ഇല്ല, വിലക്കയറ്റം നിയന്ത്രിച്ചിട്ടുണ്ട്, ഇൻഫ്ലേഷൻ നിയന്ത്രിച്ച് സർക്കാർ ഭരിക്കുന്നത് കഴിഞ്ഞ 9 വർഷമായിട്ട്. ഇവിടെ UPA ഭരിക്കുന്ന സമയത്ത് ഡബിൾ ഡിജിറ്റ് ആയിരുന്നു ഇൻഫ്ലേഷൻ. ഇന്നത് നിയന്ത്രിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ വിലക്കയറ്റത്തിനെതിരെ ഇവർ സമരം നടത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും ഒരു അഴിമതിക്കെതിരെ ഇവർ സമരം നടത്തിയിട്ടുണ്ട്? ഇപ്പൊ ഇവർ പറയുന്നത് എന്താ, എല്ലാം BJP ഇങ്ങനെ മാധ്യമങ്ങളൊക്കെ വിലക്കെടുത്താണ്. ഞാൻ ചോദിക്കട്ടെ, BJP സർക്കാർ കൊണ്ടുവന്ന ഏത് നടപടിയാണ് ഇവർ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാക്കായിരുന്നുള്ളത്? ഇവർ ഓരോ സംഭവം എടുത്തിട്ട് നേരെ കോടതിയിലേക്ക് ഓടിയായിരുന്നില്ലേ? ആ കോടതിയിലേക്ക് പോയപ്പോഴൊക്കെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി തന്നെയല്ലേ ഇവരുടെ ആരോപണങ്ങളൊക്കെ എടുത്ത് ചവറ്റുകൊട്ടയിലിട്ടത്? ഏതെങ്കിലും ഒരു വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രതികൂട്ടിലാക്കാൻ അവർക്ക് സാധിച്ചോ? 9 വർഷത്തിൽ ഈ നിമിഷം വരെ അഴിമതിയുടെ പേരിൽ ഒരു മന്ത്രിക്ക് പോലും രാജിവെക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു ആരോപണം പോലും കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ച് ജനങ്ങൾക്ക് മുന്നിൽ ബോധ്യപ്പെടുത്താൻ സാധിച്ചോ? രാജു പി നായർ പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പോഴും അദ്ദേഹം 2016 ഡിമോണിറ്റൈസേഷനെ കുറിച്ചൊക്കെ പറയാണ്. 2016 ഡിമോണിറ്റൈസേഷൻ കഴിഞ്ഞ് ഗംഗയിലൂടെ ഒരുപാട് വെള്ളം ഒലിച്ചു പോയി രാജു പി നായരെ. അതിനുശേഷം ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. ഇന്ത്യയിലെ ജനം അത് അനുകൂലമായിട്ട് വിധി എഴുതി കഴിഞ്ഞതാണ്. പിന്നെ നിങ്ങൾ അവിടെ നിന്ന് നെഞ്ചത്തടിച്ചിരുന്ന കാര്യം, നിങ്ങൾ ഈ കള്ളപ്പണക്കാർക്ക് വേണ്ടി നെഞ്ചത്തടിച്ച് കഴിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങളുടെ MP-യുടെ വീട്ടിൽ നിന്നാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം 400-500 കോടി രൂപ കെട്ടുകണക്കിന് പിടിച്ചെടുത്തത്. ആരാ പിടിച്ചെടുത്തത്? അഴിമതിപ്പണം. നിങ്ങളുടെ രാഹുൽ ഗാന്ധിയുമായി വളരെയധികം അടുപ്പമുള്ള കോൺഗ്രസ് MP-യുടെ വീട്ടിൽ നിന്ന് എവിടുന്ന് വന്നു ആ പണമൊക്കെ? കോടിക്കണക്കിന് രൂപ കള്ളപ്പണം ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്? നിങ്ങളുടെ നെഹ്റു കുടുംബത്തിലെ മരുമകന്റെ പേരിലാണ് ഇപ്പോൾ ED റെയ്ഡ് ഉള്ളത്, EDയുടെ കേസുള്ളത്. അദ്ദേഹം നടത്തിയിട്ടുള്ള മണി ലോണ്ടറിംഗിന്റെ പേരിൽ കേസുള്ളത്. നെഹ്റു കുടുംബത്തിലെ എല്ലാവരും ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നവരാണ് വിവിധ അഴിമതി കേസുകളിൽ നിന്ന് ആലോചിക്കണം. രാഹുൽ ഗാന്ധി ആണെങ്കിലും സോണിയാഗാന്ധി ആണെങ്കിലും മരുമകനാണെങ്കിലും എല്ലാവരും വിവിധ അഴിമതി കേസുകളിൽ ജാമ്യത്തിൽ ഇറങ്ങി നടക്കുന്നവരാണ്. ഇതൊക്കെ NDAയുടെ ഭരണകാലത്ത് തന്നെ വന്നാണ്. നിങ്ങളുടെ മന്ത്രി ചിദംബരം എങ്ങനെയാ ജയിലിൽ പോയത്?
എങ്ങനെ അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസ് ഉണ്ടായത്? എന്നിട്ട് BJP വന്ന ശേഷം കോൺഗ്രസിന് ഒന്നും സംഭവിച്ചില്ല, ഒരു നേതാവ് ഒന്നും പറ്റിയിട്ടില്ല എന്ന് എങ്ങനെയാ പറയുന്നത്? പക്ഷെ ഞങ്ങൾ രാഷ്ട്രീയ വൈരാഗ്യം തീർത്തിട്ടില്ല. കോടതി നടപടികളുടെ അവസാനത്തിന് ശേഷം മാത്രമാണ് ചിദംബരത്തിന് നേരെ വരെ അറസ്റ്റ് ഉണ്ടായത്. സുപ്രീം കോടതിയുടെ അവസാനം വരെ ചിദംബരം പോയി, അവിടെ നിന്നും ജാമ്യം നിഷേധിക്കപ്പെട്ടതിന് ശേഷമാണ് ചിദംബരം അറസ്റ്റിലായത്. മറക്കരുത്, എല്ലാ നിയമ നടപടികളും നടത്തിയതിനു ശേഷം മാത്രമേ. ഞങ്ങൾ ഒരു പ്രതികാര നടപടിക്കും പോയിട്ടില്ല, ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് അത്തരം കാര്യങ്ങൾക്ക് പോയിട്ടില്ല എന്നുള്ളത് സത്യമാണ്. അത് രാജു പി നായരും അംഗീകരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 9 വർഷമായി രാജ്യത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഈ രാജ്യത്ത് 18,000 ഗ്രാമങ്ങളിൽ വൈദ്യുതി ഇല്ല. ഇന്ന് ഇന്ത്യയിലെ അവസാനത്തെ ഗ്രാമത്തിലും വൈദ്യുതി എത്തി. അതിന് പ്രത്യേകിച്ച് ഇനി കണക്കിന്റെ കാര്യമൊന്നുമില്ല, നിങ്ങൾ പോയി പരിശോധിച്ചാൽ മതി. ഈ കേരളത്തിലടക്കമുണ്ട് അനുഭവങ്ങൾ. ഇനി നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യ രാജ്യത്തെ 20-30% ജനങ്ങൾക്കാണ് ബാങ്ക് അക്കൗണ്ട് ഉള്ളത്. ഇന്ന് ഫിനാൻഷ്യൽ ഇൻക്ലൂഷന്റെ ഭാഗമായി രാജ്യത്ത് ഓരോ കുടുംബങ്ങളിലും ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അവർക്കൊക്കെ ഇൻഷുറൻസ് സ്കീം ഉണ്ട്. ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ മരിച്ചുപോയാൽ അവന്റെ കുടുംബത്തിന് യാതൊരു സംരക്ഷണം ഉണ്ടായിരുന്നില്ല. ഇന്ന് പ്രധാനമന്ത്രിയുടെ 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് അവർക്ക് കിട്ടുന്നുണ്ട്. 5 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് ഒരു അപേക്ഷയും കൊടുക്കാതെ BPL ലിസ്റ്റിൽപ്പെട്ട ആളുകൾ കിട്ടുന്നുണ്ട്. സംശയമുണ്ടോ രാജു പി നായർക്ക്? ചികിത്സ കിട്ടുന്നുണ്ട്. അതിന്റെ ഉപഭോക്താക്കൾ കേരളത്തിലുണ്ട്. ഞങ്ങൾ എണ്ണി കാണിച്ചു തരാൻ പറ്റും. ഉജ്ജ്വല യോജന പ്രകാരം 10 കോടി മനുഷ്യരുടെ വീടുകളിലേക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഭരിക്കുന്ന സമയത്ത് ഗ്യാസ് കണക്ഷൻ ഒക്കെ ലക്ഷൂറിയസ് ആയിരുന്നു. മിഡിൽ ക്ലാസിന്റെയും അപ്പർ മിഡിൽ ക്ലാസിന്റെയും മാത്രം സ്വത്തായിരുന്നു ഗ്യാസ് കണക്ഷൻ എന്ന് പറയുന്നത്. സാധാരണക്കാരൻ മുഴുവൻ വിറകടുപ്പിനെയോ ചൂളയെയോ ആശ്രയിച്ചിരുന്നു. ആ ചൂളയിൽ പുക വമിക്കുന്ന ചൂളയിൽ പാചകം ചെയ്ത് ആസ്മ രോഗികളായി തീർന്ന കോടിക്കണക്കിന് വീട്ടമ്മമാരുടെ അനുഗ്രഹം നരേന്ദ്രമോദിക്കുണ്ട്. അത്തരമൊരു വീട്ടമ്മയുടെ മകനാണ് നരേന്ദ്രമോദി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞതും വീട്ടമ്മമാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞതും അവർക്ക് ടോയ്ലറ്റുകൾ കൊടുത്തതും അവർക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തതും. ആ അനുഗ്രഹമാണ് മോദിക്കുള്ളത്, ആ ആത്മവിശ്വാസമാണ് മോദിക്കുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഞാൻ ഇനിയും തെരഞ്ഞെടുക്കപ്പെടും, എന്നെ ജനങ്ങൾ അനുഗ്രഹിക്കും, വലിയ ഭൂരിപക്ഷത്തോടെ 350 സീറ്റിലും മേലെ ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും അധികാരത്തിൽ വരും എന്ന് പറയുന്നത് ചെയ്ത പ്രവൃത്തികളിലുള്ള ആത്മവിശ്വാസം കൊണ്ടാണ്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷത്തിൽ വരുമെന്നുള്ളത് നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പോലും തെരഞ്ഞെടുക്കാൻ കഴിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ സഖ്യകക്ഷികൾ, നിങ്ങൾ സഖ്യകക്ഷികളെ കുറിച്ച് പറഞ്ഞല്ലോ, സഖ്യകക്ഷി ധർമ്മം എന്നൊന്നുണ്ട്. എന്താ സഖ്യകക്ഷി ധർമ്മം? അത് നിങ്ങൾ അടൽ ബിഹാരി വാജ്പേയി എന്ന് പഠിക്കണം. നിങ്ങൾക്ക് സഖ്യകക്ഷി ധർമ്മമില്ല. നിങ്ങൾ സംസ്ഥാനത്ത് ഇപ്പോ നിങ്ങൾ തോറ്റു നിൽക്കുന്ന സമയത്ത് പോലും, നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പോലും സമാജ്വാദി പാർട്ടിക്ക് മധ്യപ്രദേശിൽ 2 സീറ്റ് കൊടുക്കാൻ തയ്യാറായോ? അപ്പുറത്തിരിക്കുന്ന സജീഷ് നിങ്ങൾക്ക് വേണ്ടി വായിട്ടലയ്ക്കുന്നുണ്ടല്ലോ. എല്ലാ ദിവസവും വീര പാർട്ടി സീതാറാം യെച്ചൂരി അടക്കമുള്ളവരെ ആ രാജസ്ഥാനിൽ നിങ്ങൾ സഖ്യത്തിൽ ചേർക്കാൻ തയ്യാറായോ? ഇപ്പോഴും കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങയാണ് സജീഷിന്റെ പാർട്ടി. ഇന്ത്യ സഖ്യത്തിൽ ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്, ഇല്ലേ എന്ന് വെച്ചാൽ ഇല്ല. ഉണ്ടില്ല എന്നാണ് ഇപ്പൊ സത്യത്തിൽ ഇന്ത്യ സഖ്യത്തിൽ CPM-ന്റെ സ്ഥാനം. എന്നിട്ടാണ് സജീഷ് ഇരുന്നിട്ട് പറയുന്നത് സഖ്യകക്ഷി രാഷ്ട്രീയത്തെ കുറിച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് അവിടെ ഒരേല ചോറ് പോലും ഉണ്ടോ എന്ന് ഒരു ഉറപ്പുമില്ല. മമതാ ബാനർജി ബംഗാളിൽ കൊടുക്കുന്ന 2 സീറ്റിൽ ഒന്ന് നിങ്ങൾക്ക് കിട്ടിയാൽ കിട്ടി, ഒന്ന് കിട്ടിയാൽ കിട്ടി. എന്നിട്ടാണ് നിങ്ങൾ സഖ്യത്തിന്റെ ഏമത്തം പറയുന്നത്. BJP വക്താവ് പ്രാഥമികമായി മുന്നോട്ട് വെക്കുന്നത്. ഞാൻ രണ്ടുപേരിലേക്കും വരാം. ശ്രീ SK സജീഷ്, എന്തുകൊണ്ടാണ് 9 വർഷക്കാലത്തെ അഴിമതി ആരോപണങ്ങളിൽ നിങ്ങൾക്കൊരു സമരം പോലും നടത്താൻ കഴിയാത്തത്? നിങ്ങൾക്ക് ഒരു പ്രതിപക്ഷ ചേരി എന്ന നിലയിൽ പോലും നിൽപ്പുറപ്പിക്കാൻ കഴിയാത്തിടത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ BJP അട്ടിമറിച്ചു കളയുമെന്ന ആത്മവിശ്വാസമൊക്കെ പറയുന്നത്. ഒരു കാര്യം, നമ്മുടെ രാജ്യത്ത് അഴിമതിക്കെതിരായി സമരം നടന്നില്ല എന്നാണോ ശ്രീ സന്ദീപ് വാര്യരുടെ വർത്തമാനം? ഒരുപാട് സമരങ്ങൾ നടന്നു. ഇന്ത്യൻ പാർലമെന്റിൽ ഈ അദാനിക്കെതിരായിട്ടുള്ള ഹിൻഡൻബർഗ് റിപ്പോർട്ട് വന്ന സമയത്ത് ആ റിപ്പോർട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് മോദി ആ വഴിക്ക് വന്നോ? മോദി അദാനിയുടെ ഒരു കാവൽക്കാരൻ മാത്രമാണ്, അദാനിയുടെ കാവൽക്കാരനായി നിൽക്കുന്നു. പാർലമെന്റിനകത്തും പുറത്തും നടന്ന നിരവധിയായ സമരങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾ നടത്തിയ ഇനി വരാൻ വേണ്ടി പോകുന്ന ഒരു കാലം എന്തായിരിക്കും? വരാൻ വേണ്ടി പോകുന്ന കാലമെന്ന് പറയുന്നത് ഈ കാലഘട്ടം നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് നടന്ന നെറുകേടുകളുടെ, അഴിമതിയുടെ, കെടുകാര്യസ്ഥതയുടെ, ഈ രാജ്യത്തോട് ചെയ്ത കൊടും വഞ്ചനയുടെ ചരിത്രം വെളിപ്പെടുത്തുന്നതായിരിക്കും വരാൻ പോകുന്ന കാലം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, ഈ പറഞ്ഞ ഒരുപാട് ഗവർണറായി നിങ്ങൾ വെച്ച ആളാണല്ലോ. പിന്നെ മേഘാലയ ഗവർണറും അതുപോലെ തന്നെ ഈ കാശ്മീർ ഗവർണറും പിന്നെ മറ്റ് ബീഹാർ ഗവർണറും ഒക്കെയായി വെച്ച സത്യപാൽ മാലിക് ഉണ്ടല്ലോ. അദ്ദേഹത്തെ നിങ്ങൾ വെച്ചതിന് എന്താണ്? ഈ കാശ്മീരിൻ്റെ 370-ാം വകുപ്പ് എടുത്തു മാറ്റാൻ വേണ്ടതിൻ്റെ മുന്നോടിയായിട്ട് 35A ഒഴിവാക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അതിന് തയ്യാറാകാതിരുന്ന ഗവർണർ NN ബോറയെ ഒഴിവാക്കിക്കൊണ്ടാണ് സത്യപാൽ മാലിക്കിനെ കൊണ്ടുവരുന്നത്. അതായത് BJPയുടെ ഒരു അടിമയായി കൊണ്ടുവരുന്നതാണ്. അദ്ദേഹമാണ് പറഞ്ഞത് എന്നെ കൊണ്ട് അരുതാത്തത് മുഴുവൻ ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞത്. അവസാനം പുൽവാമയിൽ നടന്ന അക്രമത്തെക്കുറിച്ച് ഉൾപ്പെടെ അത് മോദി അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കരുത് എന്ന് തന്നോട് പറഞ്ഞു. അവിടെ വന്ന പോരായ്മയെക്കുറിച്ച്. ഇതെല്ലാം പുതിയ വെളിപ്പെടുത്തലുകളാണ്. ഇത്തരം വെളിപ്പെടുത്തലുകൾക്കാണ് രാജ്യം കാതോർക്കുന്നത്. അതിന് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം ഉണരേണ്ടതുണ്ട്. അത് ഉണരുക തന്നെ ചെയ്യും. ഒരു കാര്യം കൂടിയുള്ളത്, ഇവിടെ
350 സീറ്റ് അതിലപ്പുറത്തേക്കുള്ള സീറ്റ് എന്നൊക്കെ പറയുന്നു. ഇപ്പൊ ഏറ്റവും ഒടുവിൽ നടന്ന ഓക്കെ, താങ്കൾ ഇങ്ങനെ അസഹിഷ്ണുനാവല്ലേ. ഞാൻ പറയട്ടെ, ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നടന്ന തെരഞ്ഞെടുപ്പുകൾ ഇപ്പോൾ മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലെയും വിജയമാണ് പറയുന്നതെങ്കിൽ അവിടെ നിങ്ങൾ ജയിച്ചു. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു അവസ്ഥ? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിലെ 25-25, മധ്യപ്രദേശിലെ 29-28, 1 നിങ്ങളുടെ ഘടകകക്ഷി, അപ്പുറത്ത് 11-9. അതായത് സമ്പൂർണ്ണമായ വിജയമാണുള്ളത്. UP-യിൽ സമ്പൂർണ്ണമായ വിജയമാണ്. നിങ്ങൾക്ക് അതിനപ്പുറത്തേക്ക് വിജയിക്കാൻ ഇടമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പുറകോട്ട് പോകാൻ മാത്രമേ, മുന്നോട്ടിനി വഴി BJPക്ക് ഈ രാജ്യത്തില്ല, പുറകോട്ട് പോകാനേ ഉള്ളൂ. പിന്നെ ഒറ്റ കാര്യം ഒന്നുകൂടി ഒറ്റ വാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ഇവിടെ ഈ പറഞ്ഞ നിങ്ങൾക്കാകെ ലഭിച്ചത്, BJPക്ക് ലഭിക്കുന്നത് 33% വോട്ട്, NDക്കാണെങ്കിൽ 37% വോട്ട്, ഒരു 67% ഈ പറഞ്ഞ തനി വർഗീയമായി ഈ രാജ്യത്തെ വിഭജിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു മഹാഭൂരിപക്ഷം ഉണ്ട്. ആ ഭൂരിപക്ഷം എങ്ങനെയാണ് ഒന്നിക്കുക എന്ന് നമുക്ക് കാണാം. അത് എങ്ങനെയാണോ ബ്രിട്ടീഷുകാർക്കെതിരായി വൈവിധ്യങ്ങൾ ഒത്തുചേർന്ന് ഒന്നിച്ചത്, അതുപോലെ ഇന്ത്യയായി ഒന്നിക്കും. ആ ഒന്നിക്കലിൽ ഈ പറഞ്ഞ അഴിമതിയുടെ ശവപ്പെട്ടിയിൽ വരെ കുംഭകോണം നടത്തിയ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അസ്ഥിവാരമളകും. ഞാൻ സന്ദീപിനോട് ചോദിച്ചൊരു ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വന്നതിന് ശേഷം അദ്ദേഹം ഉന്നയിച്ച, കോൺഗ്രസിനെതിരെ ഉന്നയിച്ച അഴിമതി ആരോപണങ്ങളിൽ ഒരു കേസെടുത്ത സംഭവം പറയാൻ പറഞ്ഞു. അദ്ദേഹത്തിന് അത് പറയാൻ കഴിയുന്നില്ല. എന്ന് വെച്ചാൽ ആ പറഞ്ഞ അഴിമതി ആരോപണങ്ങളെല്ലാം കെട്ടിപ്പൊക്കിയവയായിരുന്നു. ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിനെ സംബന്ധിച്ച് നമുക്കെല്ലാം വ്യക്തമായിട്ട് അറിയാം എങ്ങനെയാണ് കേസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത്, വളരെ വ്യക്തമായിട്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ അതുമായിട്ട് കിടക്കുന്നില്ല. പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഈ സർക്കാർ ചെയ്യുന്ന ദുഷ്ചെയ്തികളുടെ ഒന്നും കണക്ക് പുറത്തേക്ക് വരാൻ പാടില്ല എന്ന് നിർബന്ധമില്ല. മാധു, ഒന്ന് ആലോചിച്ച് നോക്കൂ. CAG റിപ്പോർട്ട് വന്നിട്ട് എത്ര നാളായി? CAGയുടെ ഡയറക്ടർ ആ റിപ്പോർട്ടുകൾ സൈൻ ചെയ്തിട്ട് CAG റിപ്പോർട്ടുകൾ ഇറക്കരുത് എന്ന് ഈ സർക്കാർ വാക്കാൽ ഉത്തരവ് കൊടുത്തിരിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലൂടെ തങ്ങൾ തന്നെയാണ് ഇനിയും എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന് എന്തു ചെയ്യാൻ കഴിയുമെന്ന ചോദ്യം ബാക്കി വെച്ചുകൊണ്ട് വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും.